ഇന്ന് രാത്രിയിൽ നമ്മൾ ശാന്തമായിട്ട് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിൻ്റെ തലക്കെട്ട്, ദൈവത്തിന് ഉള്ളതിനെയെല്ലാം ദൈവം പുറത്തിറക്കും. ഇന്ന് രാത്രിയിലെ വിഷയം അതാ. കർത്താവിന് ഹിതമുള്ളതിനെ, കർത്താവിന് പ്രിയമുള്ളവരെ, കർത്താവിന് ആവശ്യമുള്ളവരെ സമയമാകുമ്പോൾ ദൈവം പുറത്തിറക്കും. ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ, ദൈവത്തിന് ആവശ്യമുള്ളവരെ ആര് തടഞ്ഞു വെച്ചാലും, ഒളിപ്പിച്ച് വെച്ചാലും, മറച്ചു വെച്ചാലും, പൂട്ടി വെച്ചാലും, ബന്ധിച്ചു വെച്ചാലും നിരാശപ്പെടരുത്. സമയമാകുമ്പോൾ ദൈവം അതിനെ പുറത്തിറക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം നമുക്കറിയാം. യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. യേശുക്രിസ്തുവാണ് ഏക ദൈവം, സത്യദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു. യേശുക്രിസ്തു ദൈവമാണ്. ആ യേശുക്രിസ്തുവിൻ്റെ ദൈവമഹത്വമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തുന്നത്. 1-ാം അധ്യായത്തിൽ നമുക്കറിയാം, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് ക്രിസ്തു പരിലസിക്കുന്നു. 1:29, 1:35 വായിക്കാം. പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നതവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 35. പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ കുഞ്ഞാട് കടന്നു പോകുന്ന യേശുവിനെ കണ്ടുകൊണ്ട് ആമേൻ നോക്കിയിട്ട് യോഹന്നാൻ തന്റെ ശിഷ്യന്മാരോട് യാതൊരു സംശയവും കൂടാതെ പറയുക, ഇതാണ് ലോകപാപം ചുമക്കുന്ന കുഞ്ഞാട്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഇസഹാക്കിന് വേണ്ടി പകരം അറക്കപ്പെടുന്ന ഒരു ആട്ടുകൊറ്റനെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വീട് 1 ഒരാട്ടിൻകുട്ടി എന്ന് പറഞ്ഞാൽ ന്യായപതികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അറക്കപ്പെടുന്ന ഒരു കുഞ്ഞാടിനെ അവിടെ കാണുന്നുണ്ട്. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കളുടെ സകല പാപങ്ങളും വഹിച്ചുകൊണ്ട് ആ പാപ ചുമടുമേന്തി പോകുന്ന ഒരു ആട്ടുകൊറ്റനെ കാണുന്നുണ്ട്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം വ്യക്തിക്ക് വേണ്ടി അറക്കപ്പെടുന്ന കുഞ്ഞാട്, പുറപ്പാട് പുസ്തകം 12 കുടുംബങ്ങൾക്ക് വേണ്ടി അറക്കപ്പെടുന്ന കുഞ്ഞാട്, ലേവ്യ പുസ്തകം 16, 12 ഗോത്രങ്ങൾക്ക് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ട കുഞ്ഞാട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29-ലും 35-ലും പരാമർശിക്കുന്ന, ചൂണ്ടിക്കാണിക്കുന്ന, കാണപ്പെടുന്ന ആ കുഞ്ഞാടിന്റെ പ്രത്യേകത വ്യക്തിക്കും കുടുംബത്തിനും ഗോത്രത്തിനും മാത്രമല്ല, മുഴു ലോകത്തിനും വേണ്ടി അറക്കപ്പെടുന്ന കുഞ്ഞാട്. അതുകൊണ്ട് യേശുക്രിസ്തു മുഴു ലോകത്തിൻ്റെയും ദൈവമാണ്. യേശുക്രിസ്തു മാത്രമാണ് ദൈവം. 1-ാം അധ്യായത്തിൽ ആ കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2-ാം അധ്യായത്തിൽ നമുക്കറിയാം, യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അതെന്തിനാന്ന് ചോദിച്ചാൽ, അടിച്ച് പെരുത്ത് ഈശ്വരന് നടക്കാനല്ല, യേശു ദൈവമാണെന്ന് മഹത്വം വെളിപ്പെടുത്തിയതാണ്. ഈ വാക്യം എടുത്തുകൊണ്ട് ഇപ്പം പെന്തിക്കോസുകാരും കുടിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു. നിങ്ങൾക്ക് സംശയം അറിയല്ലേ? ഇവരും പറയുന്നുണ്ടെന്ന്, ഞാനും ഉണ്ടെന്നാ പറഞ്ഞു. എനിക്കും അറിയാം, ചിലരെ ഇവർക്കും അറിയാം, പേരൊന്നും പറയുന്നില്ല. പാസ്റ്റർമാരും കുടിക്കുന്നെന്ന് കേൾക്കുന്നു ചിലര്, അതുകൊണ്ട് എനിക്കറിയാം. പാട്ടുകാരും ചിലര് കുടിക്കുന്നെന്ന് കേൾക്കുന്നു. നിങ്ങൾ കുടിച്ച കാര്യമല്ല, നിങ്ങൾ ചൂടുവെള്ളം കുടിച്ചോണ്ടിരിക്കുക, അത് മതി. വലിക്കുന്നെന്നും കേൾക്കും. ആ ചുണ്ടും കറിയും കാണുമ്പോൾ അറിയാം. എന്നെ എല്ലാവർക്കും ഒരു പ്രയാസം പോലെ ഉള്ള കാര്യമായി പറയാൻ. രണ്ടാം അധ്യായത്തിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് അടിച്ചു പെരുക്കാൻ വേണ്ടിയല്ല. ആ 2:11 വായിച്ചേ കർത്തൃദാസനെ. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. കാനാവിലെ കല്യാണ നാളിൽ, കാനാവിലെ
കല്യാണ നാളിൽ ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത, ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത കരുണാനിധിയെ കനിയണം ദിനവും, കരുണാനിധിയെ കനിയണം ദിനവും. കാനായിലെ കല്യാണ നാളിൽ, കാനായിലെ കല്യാണ നാളിൽ ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത, ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത കരുണാനിധിയെ കനിയണം ദിനവും, കരുണാനിധിയെ കനിയണം ദിനവും. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. അപ്പൊ യേശുക്രിസ്തു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തിയത്. അപ്പോൾ 2-ാം അധ്യായത്തിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. പശ്ചാത്തല ഭാഗം നിങ്ങൾക്കെല്ലാം അറിയാതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. 3-ാം അധ്യായത്തിൽ അവിടുന്ന് നിത്യജീവനെ കൊടുക്കുന്ന ദൈവമാണ്. അതാണ് 3-ാമത്. തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത്. അതിന് നിക്കോദോമോസുമായിട്ടുള്ള സംസാരമാണ്. രാത്രിയിലാ പുള്ളി യേശുവിൻ്റെ അടുക്കൽ ചെന്ന്. അങ്ങനെ വെട്ടത്തും വെളിച്ചത്തും വരാത്ത ആൾക്കാരുണ്ട്. പാമ്പി ഇരിക്കുക, പാമ്പി വരിക, പുറകിൽ കൂടെ വരിക. ഒരു വീട്ടിൽ ചെന്നാലും നേരെയുള്ള വാതിൽ ചെല്ലുകില്ല, പാമ്പി ഇരിക്കുക. അന്നേരം ഓർത്തോണെ വന്ന ക്ലിയർ അല്ല. അടുക്കള വാതിൽ, അമ്മാവോ എന്തുകൊണ്ടോ? ഞാൻ നമ്മുടെ ഒരു വീട്ടിലിരിക്കുക. എന്നാ സാംസനൊരു സങ്കടം പോയി ഉള്ള കാര്യം പറഞ്ഞു. എനിക്കിന്നങ്ങ് വൈകി, അതുകൊണ്ട് ഞാൻ വളരെ ലളിതമായിട്ട് ശാന്തമായിട്ട് ആ വീട്ടിലെ അച്ചായനെ ഞാൻ തിണ്ണയിലിരുന്ന് സിറ്റൗട്ടിരുന്ന് വർത്താനം പറയാം. ഒരു തന്നെ ഇങ്ങോട്ട് വന്നു വെച്ചാൽ അപ്പുറത്തെ വഴി കൂടെ വന്ന് വാഴയുടെ ഇടയിൽ കൂടെ. പിന്നെ ഞങ്ങൾ വാതൊക്കെ ഇരുന്നുകൊണ്ട് പുള്ളി അങ്ങ് വീട്ടിനകത്തായി. എന്നിട്ട് പുള്ളി ചോദിച്ചു, അമ്മാമ എന്ത് ചെയ്യുന്നു ചോദിച്ചു. വീട്ടിലെ അച്ചായൻ നല്ല രസിക്കനും യുക്തിക്ക് മറുപടി പറയുന്നത് നല്ല ഊർമ്മബുദ്ധിക്കാരൻ. അവൻ പുള്ളി പറഞ്ഞു, അവൾ അടുക്കളയിലുണ്ടല്ലോ, അങ്ങോട്ട് എല്ലാം പറഞ്ഞു. അവൾ അടുക്കളയിലുണ്ടെന്ന്. ഇത് പറഞ്ഞേച്ച് പുള്ളി എന്നോട് പറഞ്ഞു, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. എന്നെയും വിളിച്ചുകൊണ്ട്. അപ്പോൾ എനിക്കിതിൻ്റെ ഈ പിടികിട്ടുന്നില്ല കാര്യം. ഞങ്ങൾ എന്നെയും പുള്ളി വിളിച്ചുകൊണ്ട് വേറൊരു വീട്ടിൽ പോയി. ആ പുള്ളിയുടെ ബന്ധു വീടാണ്. കുറച്ച് കഴിഞ്ഞ് പുള്ളിക്കാരി അച്ചായനെ വിളിച്ചു നടക്കുക. അപ്പുറത്തെ വീട്ടിൽ ചെന്ന് വിളിക്കുന്നതൊക്കെ കേൾക്കാം. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ എന്നെയും പുള്ളി വിളിച്ചുകൊണ്ട് പുറകിലൊരു ഇല്ലിച്ചോടുണ്ട്. കണ്ട അവിടെ പെട്ടെന്ന് അറിയത്തില്ല. അവിടെ പോയിരുന്ന് പാസ്റ്റ് പിടിക്കാൻ പറഞ്ഞു, വർത്താനം പറയുക. അവിടെ എല്ലാം വിളിച്ച് നടക്കുക. കുറേയേറെ കഴിഞ്ഞപ്പോൾ പുള്ളി തിരിച്ചു വന്നു. അപ്പം ഞാൻ എന്നാ കാര്യം? അത് പറയാം. അവനെ കഴിഞ്ഞ ആഴ്ച മേടിച്ച വാള മേടിച്ചു, ആറ്റുവാള. അതിൻ്റെ പൈസയ്ക്ക് വന്നതാ. അവൻ പൈസ എന്നോടല്ലേ ചോദിക്കണ്ടേ? ഞാൻ വാതൊക്കെ വടിക്കുമ്പോൾ പോലെ ഇരിക്കും. അവൻ അമ്മാമയെ അറിഞ്ഞാൽ മതി. എന്നാൽ അങ്ങോട്ട് പോയിക്കോളാൻ പറഞ്ഞു. തള്ളയിടയിലോട്ട് പൈസയില്ല. നിങ്ങൾക്ക് അതിൻ്റെ യുക്തി മനസ്സിലായി കാണും. പുള്ളി വാതൊക്കെ ഇരിക്കുക. പുള്ളിയോട് ചോദിക്കുന്നത്, അന്നാ അച്ചായ ആ മീനിൻ്റെ പൈസ അവൻ അമ്മാമ എന്ത് ചെയ്യാന്ന് അറിയണ്ടേ? പുള്ളി നല്ല യുക്തിയുള്ളവനാ. പുള്ളി പറഞ്ഞ അവിടെ അടുക്കളയുണ്ട്, അങ്ങോട്ട് ചെല്ലാം. എന്നിട്ട് പുള്ളി എന്നെയും വിളിച്ചോണ്ട് പോകും. എന്നിട്ട് പുള്ളി പറയുക, അവൻ ഇന്ന് പൈസ കൊണ്ടുപോകണ്ടെന്ന്.
അവന് പൈസയല്ല ആവശ്യം. അപ്പൊ ഈ നേരായ മാർഗത്തിൽ വരാതെ ഇരിക്കാതെ സംസാരിക്കാതെ ഒക്കെ ഇരിക്കുമ്പോൾ ഓർത്തോണം ആള് ക്ലിയർ അല്ല. ഒന്നെങ്കിൽ ഭയം, അല്ലെങ്കിൽ എന്തെങ്കിലും നാണക്കേട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയം. നിക്കോദോമസും അങ്ങനെ രാത്രിയില്ല വന്ന അതിനാ, വേറെ ആരും കാണരുത് അതിനാ. ഇദ്ദേഹം ചെറിയ ആളുമല്ല, വലിയ ആളാ. ആ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചേ ദൈവദാസനെ. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാർ ഒരു പ്രമാണിയായി. അപ്പോൾ 1 ഇദ്ദേഹം പരീശനാണ്, 2 യഹൂദനാണ്, 3 ഒരു പ്രമാണിയുമാണ്. പരീശന്മാര് പല വിധത്തിലുണ്ട്. നമ്മുടെ ഇടയിലും ധാരാളം പരീശന്മാരുണ്ട്. എല്ലാം തികഞ്ഞു, ഇനി ഒന്നും തികയാനില്ല. ഞാനാണിപ്പോൾ ഉള്ളതിൽ അങ്ങനെ പ്രസംഗിക്കുന്ന ഞങ്ങളുടെ ഇടയിലുണ്ട്. ഞാനാണിപ്പോൾ നമ്പർ 1 പ്രസംഗകൻ, എൻ്റെ കീഴിൽ വേറെ ആരും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഞാനാണിപ്പോൾ ഈ കേരളത്തിൽ ഏറ്റവും നല്ല. ചുമ്മാ വിടലത്തരം പറയരുത്. നമ്മളെക്കാൾ നന്നായിട്ട് പ്രസംഗിക്കുന്ന 100 കണക്കിന് ദൈവദാസന്മാരുണ്ട്. പക്ഷെ അവർക്ക് വേദിയില്ലാത്തത് കൊണ്ട് അവരിയ്ക്കുക. പക്ഷെ അവർ നന്നായിട്ട്, എനിക്ക് എത്രയോ പേരെ അറിയാം. ഈയിടെ ഞങ്ങളുടെ സഭയിലെ 1-2 കർത്തൃദാസന്മാർ എന്തോ പ്രസംഗമാണ്. പക്ഷെ അവർക്ക് അവരെ ആരും വിളിക്കുന്നുമില്ല, അവസരവുമില്ല. അതുകൊണ്ടാണ് നമ്മളെക്കാൾ നന്നായിട്ട് പ്രസംഗിക്കുന്ന ആയിരക്കണക്കിന് അഭിഷിക്തന്മാരുണ്ട്. നമുക്ക് നമ്മുടെ ഈ 3-4 പ്രസംഗം ഉണ്ട്, അത് ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് എന്തോ ഉള്ള കാര്യമായി പറയാം. അതാ നമ്മളെക്കാൾ നന്നായി പ്രസംഗിക്കുന്ന ഈ കർത്തൃദാസന്മാരൊക്കെ ഞാൻ ജനിക്കുന്നതിന് മുന്നേ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാ. ഇന്ന് ഉള്ള ഞങ്ങളെ പോലുള്ള ചിലരുണ്ടല്ലോ. ഞാൻ 1-ാം പ്രതി ഞാനാ. എന്നേക്കാൾ നന്നായി പ്രസംഗിക്കുന്ന, വചനമറിയാവുന്ന, ഉപദേശമറിയാവുന്ന, വിഷയങ്ങൾ അടുക്കടുക്കായി പ്രസംഗിക്കുന്ന 100 കണക്കിന് കർത്തൃദാസന്മാരുണ്ട്. അന്നേരം ഞാൻ പറയുക, ഇപ്പം നമ്മുടെ ഒരു ഭാഷ ഉണ്ട്, ക്രൈസ്തവ കൈരളിക്ക് ഇല്ല, കേട്ടിട്ടില്ല? എന്തോ കൈരളി. എത്രയോ പേര്. ഏലിയാ പറഞ്ഞ് ഞാൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. ഓ അല്ലല്ല, നീ അറിയാത്ത എത്ര എണ്ണത്തിന് ഞാൻ. നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാർ ഒത്തിരി പേരുണ്ട്. അപ്പൊ പരീക്ഷന്മാർക്ക് അങ്ങനെ ചില ചിന്തകളുണ്ട്. സ്തോത്രം. ഈ സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നവർ അവർ ചിന്തിക്കുക, ഇപ്പൊ ഞാനേ ഉള്ളു ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യാനാ? കീബോർഡും ഹാർമോണിയവും ഈ മൃദംഗവും ഒക്കെ വായിക്കുന്നവർ ഞാനേ ഇപ്പൊ ഇന്ത്യ, ഞാനേ എൻ്റെ അത്ര ആരും വരികയെന്ന് ചിന്തിച്ചാൽ, അയ്യോ നമ്മളെക്കാളൊക്കെ ഇതൊക്കെ നന്നായിട്ട് അനായാസേന വിരൽ തൊടുമ്പോഴേ അതോ താളമല്ലയോ ഇല്ലയോ? എത്രയോ നമ്മൾ ഓർക്കുന്ന നമ്മളാണ്. വേണ്ട പാട്ടുകാരിരിക്കുന്നത് ഇവർ ചിന്തിക്കുക, ഇപ്പൊ ഞാനേ ഉള്ളു കേരളത്തിൽ പാടാൻ, വേറെ ആരും ഈ പാട്ട്. ഇന്നാളൊരാൾ പറഞ്ഞു ഈ പാട്ട് വേറെ ആരും. എടാ വെടലേ, വേറെ എത്രയോ 100 കണക്കിന് ആൾക്കാരുണ്ട്. ചെല്ലു പറയത്തില്ല ഞാനാണിപ്പോൾ ഈ സഭയിൽ ഏറ്റവും വലിയ ആരാധനക്കാരി. അല്ലല്ല, നമ്മളെക്കാൾ നന്നായി ദൈവത്തെ ആരാധിക്കുന്ന 100 കണക്കിന് ആൾക്കാരുണ്ട്. ചെല്ലു എന്തൊക്കെയാ, ഞാനാണ് ബൈബിൾ ക്ലാസ്സിന് നമ്പർ 1. എന്നെ പോലെ ക്ലാസ് എടുക്കുന്നവരാരും ഇല്ല. എത്ര എണ്ണമുണ്ട്. അപ്പം നമുക്കെല്ലാം ഇങ്ങനെയുള്ള ചിന്താഗതിയുണ്ട്. ഇന്ന് രാത്രി ഞാൻ 1-ാം പ്രതി ഞാനാ. അതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റണം. അതിന് എല്ലാവർക്കും ഒരു സങ്കടം പോലെ വന്നത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നും. അപ്പൊ ഇദ്ദേഹം ആരാ? 1 പരീശനാ. ഇവർക്ക് വേറെ ആരെയും അങ്ങോട്ട് പിടിക്കുകയല്ല, ബോധിക്കുകയല്ല. പരീശൻ. അപ്പൊ 1 പരീശൻ, 2 യഹൂദനാ, 3 പ്രമാണിയാ. വലിയ പ്രാമാണിത്വമുള്ള ആളാ. ഞാൻ അധികം വിവരിക്കുന്നില്ല. ആ വ്യക്തിയോടാ യേശു പറഞ്ഞത്, നീ വീണ്ടും ജനിക്കണം. മാത്രമല്ല പുള്ളിക്ക് വചനമൊക്കെ അറിയാം. ആ താഴത്തെ വാക്യം ഒന്ന് വായിച്ച്, വേറെ പുസ്തകമൊക്കെ അറിയാം പുള്ളിക്ക്, വായിച്ച്. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പം നീ ദൈവത്തിന്റെ അടുക്കലാ വന്നത്, അതും പുള്ളിക്ക് അറിയാം. എന്ന് പറഞ്ഞ തിയോളജിയൊക്കെ പുള്ളിക്ക് നന്നായിട്ട് അറിയാം. നീ ദൈവത്തിന്റെ അടുക്കൽ എന്നാ വന്നത്. അപ്പം വേദപുസ്തകമൊക്കെ അരച്ച് കലക്കി പഠിച്ചു കുടിച്ചിരിക്കുന്ന ആളാ.
അപ്പം പ്രാമാണിത്വം ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുകയില്ല, വീണ്ടും ജനിക്കണം. ഞാൻ വലിയ വിശുദ്ധനാ, എന്നേക്കാൾ വിശുദ്ധൻ വേറെ ആരും എന്നുള്ള ചിന്ത അകത്ത് കയറിക്കൊണ്ട് കാര്യമാകില്ല, വീണ്ടും ജനനം നടക്കണം. ഞാൻ ഇന്ന ജാതിയ, യഹൂദജാതിയ, ഞാൻ ജാതിയിൽ ഉന്നതനാ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമാകില്ല. നീ ഏത് ജാതിയിൽ പെട്ട വ്യക്തിയാന്തേലും വീണ്ടും ജനിക്കണം. 4, വചനത്തിന്റെ ആഴവും മർമ്മവും ഒക്കെ നന്നായിട്ടറിയാം, സമ്മതിച്ചു, പക്ഷേ വീണ്ടും ജനിക്കണം. ചിലര് നന്നായിട്ട് ദൈവവചനം പറയുന്നുണ്ട്, പക്ഷേ വീണ്ടും ജനിച്ചതല്ല. നന്നായിട്ട് വചനം പറയും, എന്തോ ഡീപ്പായിട്ടാ പറയും, നമ്മൾ അന്തം വിട്ടു പോകും, വീണ്ടും ജനനം നടന്നതല്ല. അപ്പൊ ഈ നിക്കോദോമോസ് പറയുക, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന്, ഒന്നുകൂടെ വായിച്ചു, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയാം. നീ ദൈവത്തിന്റെ അടുക്കൽ എന്നാ പറഞ്ഞത്, അത് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ 4, വേദപുസ്തകം തിരുവെടുത്ത് നല്ലതുപോലെ അറിയാം, പക്ഷെ വീണ്ടും ജനിച്ചതല്ല. 5 ഞാൻ 6 കാര്യം പറയാം. 5 എന്നാ സംശയം? ഏതാണ്ട് പറഞ്ഞ വായിച്ചതേ ഉള്ളു. അത് നല്ല കാര്യമോ, വായിച്ചല്ലോ. 5 അവിടെ ഒരു പദം ദൈവദാസനെ വായിച്ചപ്പോൾ ശ്രദ്ധിച്ച ഒരു പദം, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു. നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. പറഞ്ഞു, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. എങ്ങനെ? ഞങ്ങൾ അറിയുന്നു. അപ്പൊ പുള്ളിയുടെ പിന്നിൽ ഒരു വലിയ ജനസമൂഹമുണ്ട്, അവരുടെ പ്രതിനിധിയാ പുള്ളി. അപ്പൊ എന്റെ ഭാഷയെ പറയാ, പുള്ളി നേതാവാ. ഞങ്ങളെന്നാ പറഞ്ഞേ. അപ്പൊ ഒത്തിരി പേരുണ്ട്, ഇവരെല്ലാം കൂടെ പുള്ളി അങ്ങോട്ട് കയറ്റി വിട്ടതാ. കുഞ്ചാൻ അങ്ങോട്ട് ചെല്ല്, രാത്രി ചെന്ന്. നേതാവാ, പക്ഷെ വീണ്ടും ജനനം പ്രാപിച്ചതല്ല. ഇന്ന് ഇതുപോലെ ധാരാളം നേതാക്കന്മാരുണ്ട്. ഏതാ സഭയുടെ നേതാവ്? എല്ലാ സഭയുടെ അല്ല. ഞാനങ്ങ് പൊതുവെ പറയാ, നിങ്ങൾ ഒന്നും വീർപ്പിച്ചിരിക്കരുത്. ഞാൻ ഈ പറയുന്നതല്ല, ഇവർ ചിന്തിക്കുന്ന ഇവരുടെ കാര്യം വന്നല്ല. മോനെ, ഇത് ഊരിയെടുക്കാൻ പറ്റൂ? കോൺലെസ് ഉണ്ടോ? വേറൊരു മൈക്കതാ. ദൈവത്തിന്റെ മഹത്വം. ഇരിക്കും. അപ്പോൾ ഇദ്ദേഹം ഒരു പരീക്ഷന. എല്ലാം തികഞ്ഞു, എല്ലാം അറിയാം, ഞാൻ വിശുദ്ധന, എന്നെ പോലെ വേറെ ആരും, ഇതാ ചിന്ത. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ വീണ്ടും ജനനം. 2, പുള്ളി പ്രമാണിയാ, നാട്ടില് പ്രമാണിയാ. നമ്മുടെ പ്രാമാണിത്വം ഒന്നും അങ്ങോട്ട് വിടുകയല്ല. സഭയിലൊക്കെ ഒത്തിരി പ്രമാണിമാരുണ്ട്. കൈയടിക്കുകയല്ല, പാടുകയല്ല, പ്രാർത്ഥിക്കുകയല്ല, കാലും വെച്ച് കസേര കയറി പ്രമാണിമാർ ആരും ഒന്നും മിണ്ടത്തുമില്ല. സാംസം കണ്ടിട്ടില്ലേ? ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, ഈ തണ്ട് വെച്ച പടകും പ്രതാപമുള്ള കപ്പലൊന്നും അങ്ങോട്ട് ചെല്ലുകയില്ല. അപ്പൊ 1, പരീക്ഷന്മാർ തന്നെ പല ടൈപ്പുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. 2, പ്രമാണിത്വം. 3, ജാതിയിൽ ശ്രേഷ്ഠനാ, യഹൂദനാ. 4, വേദപുസ്തകമൊക്കെ തിരുവെടുത്ത് നന്നായിട്ടറിയാം. അതുകൊണ്ടല്ലേ യേശുവിനോടാ പറഞ്ഞത്, നീ എവിടെന്നാ വന്നെന്നും എങ്ങനെ, അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. അപ്പൊ നന്നായിട്ട് തിരുവെടുത്തറിയാം, സ്വർഗത്തിൽ നിന്നാ വന്നെന്ന്. തിരുവെടുത്ത് നല്ലതുപോലെ അറിയാം. 5, ഒരു വലിയ ജനത്തിന്റെ പ്രതിനിധിയാ. അതാ, നീ ദൈവത്തിന്റെ അടുക്കൽ വന്നു എന്ന്, ഉപദേഷ്ടാവായി വന്നു എന്ന് വായിച്ചേ. ഞങ്ങൾ അറിയുന്നു. അപ്പൊ ഒരു വലിയ ജനം പിൻപിലുണ്ട്, അതിന്റെ പ്രതിനിധിയാ, നേതാവാ. അയ്യോ, പല നേതാക്കന്മാരും വീണ്ടും ജനനം പ്രാപിച്ചതല്ല. എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്ന പോലെ. നിങ്ങൾക്കും വയ്യേ? എനിക്കും വയ്യായിരുന്നു. സഭയ്ക്കകത്ത് നേതാവ് കളിക്കാം, സഭയുടെ നേതാവായിട്ട് നിൽക്കാം,
പക്ഷേ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കണം. സഭയുടെ നേതാവ്, പക്ഷേ ഓവർസിയറാ, അല്ലെ സൂപ്പറണ്ടാ, അല്ലെങ്കിൽ പ്രസിഡന്റാ, പക്ഷേ വീണ്ടും ജനനം ഉള്ള കാര്യം. എല്ലാവരും ഇങ്ങനെ ഇരിക്കാൻ നാളെ ഞാൻ വരുന്നില്ല, നിങ്ങൾ ആരെങ്കിലും വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഈ പരുവത്തിൽ ഇരുന്ന ഞാനങ്ങനെ. ദൈവത്തിന് മഹത്വം. നേതാവ് കളിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തിയായിരിക്കണം. ഇയാള് നേതാവാ, പക്ഷെ വീണ്ടും ജനനം ഒന്നും പ്രാപിച്ചു. സഭയുടെ നേതാവാ, വീണ്ടും ജനനം പ്രാപിച്ചതല്ല. പാസ്റ്റർമാരുടെ എല്ലാം നേതാവ്. അതിന് നമ്മൾ പറയുന്ന ഒരു പ്രൊജക്ട് സെൻട്രൽ പാസ്റ്ററാ, അതാ നല്ലത്, അല്ലയോ? പാസ്റ്റർമാരുടെ എല്ലാ നേതാവ് സെൻട്രൽ പാസ്റ്റർമാരുടെ എല്ലാ നേതാവ് പ്രസിഡന്റാ. വീണ്ടും ജനനം എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. ഭക്തന്മാരായ ധാരാളം ആൾക്കാരുണ്ട്, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. വർഷിപ്പ് ലീഡറാ, പക്ഷെ വീണ്ടും ജനനം പ്രാപിച്ചതല്ല. ഒരു ഊറിയ ചിരി, കൈയടിക്കുകയില്ല, പാടുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, സിനിമയും കാണും, പാവപ്രകൃതികളിലും പോകി ഇടയ്ക്ക് ചിലപ്പം പറ നമ്മുടെ കാര്യമല്ലേ പറഞ്ഞേ. പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡിങ്, പക്ഷെ ഇവൻ ഗുണം വന്നതല്ല. എന്നെ അങ്ങോട്ട് നോക്കി, അവിടെ ആരുമില്ല. മനസ്സിലാവുന്നുണ്ടോ വല്ലോ? സോദരി സമാജത്തിന്റെ പ്രസിഡന്റാ, പക്ഷെ വീണ്ടും ജനനം പ്രാപിച്ചതല്ല. ഇന്ന് രാത്രി എന്നോടും നിങ്ങളോടും ആ ദൈവം ദൂത് പറയുന്നത്. ഈ വീണ്ടും ജനനം പ്രാപിച്ചതിനെ എങ്ങനെ അറിയാം? അവനെ കണ്ടാലറിയാം, അവളെ കണ്ടാലറിയാം, ഇല്ലേ? സംസാരം, വസ്ത്രധാരണം, പ്രകൃതി എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നു. പേടിച്ച് നോക്കിയതാണോ, ഇഷ്ടപ്പെടാടിയെന്നോ? ആ ദൈവത്തിന് മഹത്വം. അപ്പൊ പുള്ളി നേതാവാ, പക്ഷെ വീണ്ടും ജനനം പ്രാപിച്ച ആള് അല്ല. മാത്രമല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞു വിടാം. താഴത്തെ വാക്യം വായിച്ച ഒരു കാര്യം കൂടെ പറയാം. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ പുതുജനനം, വീണ്ടും ജനനം അത് നടക്കണം. അപ്പൊ പുള്ളി യേശുവിനോട് പറയുക, പദം ഇങ്ങനെ, ഗുരു, മനുഷ്യൻ വൃദ്ധനായ ശേഷം, അങ്ങനെ ഒരു പദമില്ലേ ദൈവദാസനെ? വായിച്ചേ. നിക്കോദിമോസ് അവനോട്, നിക്കോദിമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? അപ്പൊ ആ വാക്യത്തിന്റെ അർത്ഥം നല്ല പ്രായമുള്ളവനാ, ഇല്ലേ? ഇല്ലേ? മനുഷ്യൻ വൃദ്ധനായ ശേഷം, അപ്പൊ നല്ല പ്രായമുണ്ട്, ഊട്ടുകുളത്തെ പഴയ ആളാ, പക്ഷെ വീണ്ടും ജനനം നടന്നിട്ടില്ല. എനിക്ക് ഇവരുടെ അപ്പച്ചനെ വലിയ സന്തോഷം. എന്തോ പ്രത്യാശ, എന്ത് എവിടെ ഇരിക്കും അപ്പച്ചോ? എന്ത് ദൈവം അനുഗ്രഹിക്കുക. ആണ്ടിരിക്കുന്നത് കണ്ടോ? എത്രയാ? 100, 102. അതിരിക്കുക. ആണ്ടാ മുഖത്തെ വെട്ടവും വെളിച്ചവും സന്തോഷവും കണ്ടു. എന്നാലും താണ്ട 17 ഇരിക്കുന്നു. മോന്തയും തെളിയല, ഇവൻ്റെ കണ്ണും മുഞ്ഞിയും കണ്ടാൽ മതി. ആണ്ടാ 102 ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? അയ്യോ എന്തോ സന്തോഷത്തോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആ യോഗത്തിനിരിക്കാന്നേ അങ്ങനെ ഇരിക്കണം, ചുമ്മാ കടന്നൽ കുത്തിയ പോലെ. നിന്നെ ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇവിടെ നല്ല പ്രായമുള്ള ആളാ നിക്കോദോമോസ്. പ്രായമുണ്ടെന്നോർത്ത് വീണ്ടും ജനനം പ്രാപിക്കണമെന്നുണ്ടോ? നമ്മൾ ചില സഭയെ ചെല്ലുമ്പോൾ പുള്ളി ഇവിടുത്തെ സീനിയറാ, പക്ഷെ വീണ്ടും ജനനം ഒന്നും പ്രാപിച്ചതല്ല. ചെല്ലുപുരത്തില്ല, ഉണ്ണുണ്ണി സാറിന്റെ കാലത്തും മുതലുള്ളതാ, പക്ഷെ വീണ്ടും ജനനം. ഞങ്ങൾ CS കാലം മുതലേ, CS മാത്യുവിൻ്റെ നല്ല കാര്യം, പക്ഷെ വീണ്ടും ജനനം പ്രാപിച്ചതല്ല. ചെല്ലിപ്പുറത്തിലെ ഞങ്ങൾ കല്ലുവല്ല കുഞ്ഞോനച്ചാൻ ഞാൻ ഒന്നിച്ചായിരുന്നു. ആ കുഞ്ഞോനച്ചാനും ഒന്ന് കൂടെ ആയിരിക്കും, പക്ഷെ വീണ്ടും ജനനം. ചെല്ലിപ്പുറത്തിലെ പാസ്റ്റർ പോളിന്റെ കാലത്ത് ഇറങ്ങിയതാ, നല്ല കാര്യം, പക്ഷെ വീണ്ടും ജനനം. പ്രായമുണ്ടെന്നോർത്ത് വീണ്ടും ജനനം പ്രാപിച്ചോ? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്ഥാനം കാണും, നല്ല 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 പൊസിഷൻ ആയിരിക്കും ലഭിച്ചിരിക്കുന്നത്,
വചനമൊക്കെ നന്നായിട്ട് അറിയാം, നേതാവായിരിക്കാം, പ്രായമുണ്ടായിരിക്കാം, പക്ഷേ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് വീണ്ടും ജനനം പ്രാപിക്കണം. അതേ ഭാഗം വിവരിക്കുന്നില്ല. 3-ാം അധ്യായത്തിൽ നിത്യജീവന്റെ കാര്യമായി യേശു പറഞ്ഞത്. നിത്യജീവൻ നൽകിടുവാൻ നിൻ പേർക്കേശു ക്രൂശിലേറി. നിത്യജീവൻ നൽകിടുവാൻ നിൻ പേർക്കേശു മൺമയമായുലകിൽ കാൺമതല്ല മായയാത്രേ. മൺമയമായുലകിൽ കാൺമതല്ല. അതേ സമയത്തെ ഭയപ്പെടുന്ന മുൻപോട്ട് ഓടിച്ചു പോകാം. 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ക്രിസ്തു മഹത്വം വെളിപ്പെടുത്തി. 3-ാം അധ്യായത്തിൽ നിത്യജീവൻ കൊടുക്കുന്ന സർവജ്ഞനായ ദൈവം. 4-ാം അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുന്നു. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുന്ന ദൈവം. 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിറങ്ങുവന്ന ജീവന്റെ അപ്പമായ ദൈവം. 7-ാം അധ്യായത്തിൽ ആത്മനിറവിനെ പ്രദാനം ചെയ്യുന്ന ദൈവം. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. അത് തിരുവെടുത്ത് പറയും പോലെ ഒഴുകണമെന്നുള്ളതാണ്. 7:38 ദൈവരാസനെ ഒന്ന് വായിച്ചേ. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഈ നദി കാണുന്നത് ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. തോട്ടം നനയ്ക്കാൻ ഒരു നദി. അന്ന് മുതൽ ഇത് ഒഴുകിക്കൊണ്ടിരിക്കുക. ഇതുവരെ നിന്നിട്ടുമില്ല കേട്ടോ. നിന്നെന്നൊക്കെ ചിലർ പറയുന്നു. നമ്മളിപ്പോൾ തർക്കിക്കാനൊന്നും അതാ ഞാൻ തർക്കിക്കാനൊന്നുമില്ല. കാരണം തർക്കം നമുക്കുമില്ല, സഭയ്ക്കും ഉള്ളതല്ല. പിന്നെ അറിയാനുള്ള തൃഷ്ണയോട് ആരെങ്കിലും വന്നാൽ അത് ശാന്തമായിട്ട് വചനത്തിൽ നിന്ന് പറഞ്ഞു ഉടക്കാനും തർക്കിക്കാനും. ഇപ്പം ഒരുത്തനെയും വിശ്വസിക്കാനില്ല. മൊബൈലുമൊക്കെ ഓൺ ചെയ്താൽ ഈ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഒറ്റ ഒരുത്തനെ വിശ്വസിക്കാൻ വർത്തമാനം പറഞ്ഞ് നമ്മൾ വളരെ കാര്യമായിട്ട് പറഞ്ഞു ഉടനെ ഇവൻ ഇല്ല അതിനകത്ത് ഇടുക. എൻ്റെ പേരെന്തുവാ ലൈവോ, ഉടനെ ലൈവോ. ഞാനിപ്പോൾ ലൈവിലുണ്ട്, നീ എവിടെയെങ്കിലും പോയി നിൽക്കും. ഇനിയിപ്പം ഉടനെ തന്നെ ഫേസ്ബുക്കിൽ അങ്ങ് എഴുതാം. മുഴുവൻ ഇരുന്ന് ചുമ്മാ ഒരു പണിയില്ലെന്ന്, ഒരു പണിയില്ല. ചുമ്മാ ഇരുന്ന് മുതുവാതിരായിക്കൊക്കെ ഇരുന്ന് ഒന്നും അറിയാൻ മേലെ ഇത്ര കണ്ടിട്ടില്ലേ? ഒരു തൊഴിലുമില്ല. ചുമ്മാ ഇരുന്ന് അങ്ങ് എഴുതുക. ഉണ്ട് ദൈവത്തിൻ്റെ മഹത്വം എന്തോ എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ജോലിയില്ലാത്ത കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഒരിക്കൽ ഒരു മരണ വീട്ടിൽ ഞാൻ ചെന്ന് 2 ശീലി പാട്ട് പാടി. അപ്പോൾ ഒരുത്തൻ എഴുതിയിരിക്കുന്നു. എന്നാൽ അവൻ അതിന് എന്നെ നമ്മുടെ ഷിപ്പ് പാസ്റ്റാണ് കാണിച്ചു വെക്കുന്നത്. മരണ വീട്ടിൽ വന്ന് പ്രസംഗിച്ച് വെച്ച് പോയാൽ മതി, പാടുണ്ടെന്ന്. ഇവൻ്റെ വല്യമ്മയുടെയാണോ പാട്ട്? ചുമ്മാ ഇരുന്നങ്ങ് എഴുതുക. ഒരു ജോലിയിൽ ഒരു തൊഴിലുമില്ലെന്ന്. ഞങ്ങളുടെ ഒരു തള്ള പറമ്പിൽ രാവിലെ ഒരു കളസവും എടുത്തിട്ടോണ്ട് അങ്ങ് എഴുതുന്നവര് കൈ സൂക്ഷിച്ചോണം, സംസാരിക്കുന്നവര് സൂക്ഷിച്ചോണം. നീതിക്ക് ന്യായത്തിനും വചനത്തിനും നിരക്കാത്തത് പറയുകയോ എഴുതുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അത് ഞാനാന്തലും നിങ്ങളാന്തലും സൂക്ഷം ദൈവം നിന്നെ പിടിച്ചിരിക്കും. ഇത് തിരുവെടുത്ത് പറയുന്നത് പോലെ വേണം ഈ നദി ഒഴുകാൻ. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഉൽപ്പത്തി 2 മുതൽ നമ്മൾ അത് പഠിക്കേണ്ടതാണ്. ഇന്ന് രാത്രിയിലെ പ്രസംഗം കഴിയുമ്പോഴും ചിലപ്പോൾ എഴുതുമായിരിക്കും. ഇങ്ങനെ ഉന്നം വെച്ചിരിക്കുക. ഇന്ന് ഞാൻ എന്നെ പറ്റി എന്തെല്ലാം എഴുതി ഞാൻ ഒരു മറുപടിക്ക് പോവുക, മറുപടി പറയുക, മിണ്ടുകയല്ല. ഞാൻ എൻ്റെ പണി എന്നാന്ന് ചോദിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ എഴുതിയവന് നാശം ഉണ്ടാകാനല്ല, അവന് മാനസാന്തരപ്പെട്ടവൻ തിരിച്ചു വരണം.
ആരും നശിക്കരുത്, ഒരു ദോഷവും വരരുത്. ഞാൻ പ്രാർത്ഥിച്ച ദൈവമേ, അവന് നല്ല ബുദ്ധി കൊടുക്കണം, അവന് വിവേകം കൊടുക്കണം, അല്ലെ ആ സഹോദരിക്ക് വിവേകം കൊടുക്കണം, നശിച്ചു പോകരുത്. അവർ ദൈവസന്നിധി മടങ്ങി വന്ന് ദൈവത്തിന് പ്രയോജനമുള്ളവരാകണം. അപ്പോൾ 7-ാം അധ്യായത്തിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നതിന് ജീവജലത്തിന്റെ നദി കൊടുക്കും. അതാണ് 7. 8-ാം അധ്യായത്തിൽ ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശു ക്രിസ്തു. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ അത്ഭുതങ്ങളുടെ ദൈവം. ദൈവത്തിന് രോഗത്തിന്റെ പഴക്കം വിഷയമല്ല, പാരമ്പര്യം വിഷയമല്ല, ഏത് വിധത്തിൽ ഇത് വന്നെന്ന് വിഷയമല്ല. വിശ്വസിച്ച് അടുത്ത് ചെല്ലുന്ന സകല വ്യക്തിക്കും യേശു സൗഖ്യം കൊടുക്കും. അതാണ് 9-ാം അധ്യായം. 10-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല ഇടയനായ ദൈവം, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന, ആടുകളെ കരുതുന്ന, ആടുകളെ സംരക്ഷിക്കുന്ന, പത്രോസിന്റെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ ഇടയ ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു. കാട്ടൂടെയോടിയോ രാടീനെ നേടുവാൻ തേടി നീ വന്നതിന കാട്ടൂടെ ഓടിയോ രാടീനെ നേടുവാൻ തേടി നീ വന്ന ദീന പാപ കാട്ടിൽ നീന്നോടി മാ ശ്രേഷ്ഠ ഇടയനെ പാപിയത വരും പാപ കാട്ടിൽ നീന്നോടി മാ ശ്രേഷ്ഠ ഇടയനെ പാപിയത വരും. കരമുയർത്തി കർത്താവിന് മഹത്വം കരേറ്റാം. അപ്പോൾ 10-ാം അധ്യായത്തിൽ നല്ല ഇടയനായ യേശു ക്രിസ്തു ദൈവം. നമ്മൾ 10-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗമാണ് ചിന്തക്കെടുത്തിരിക്കുന്നത്. ഇനി ബഹുമാന്യ ദൈവനാസനം ഒന്നുകൂടെ ആ പദം ഒന്ന് വായിച്ചാട്ടെ. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം മതി. തനിക്കുള്ളതിനെല്ലാം ദൈവം പുറത്തിറക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ ദൈവകുഞ്ഞുങ്ങളോടും ശ്രോതാക്കളോടും ഓർപ്പിക്കട്ടെ, ദൈവത്തിന് ആവശ്യമുള്ളതിനെയെല്ലാം സമയമാകുമ്പോൾ ദൈവം പുറത്തിറക്കും. ഇന്ന് രാത്രിയിലും ദേശത്തോടും കൂടപ്പെട്ടവരോടും ദൂത് പറയട്ടെ, നിന്റെ കുടുംബത്തിൽ ദൈവത്തിന് ആവശ്യമുള്ളതിനെ ദൈവം പുറത്തിറക്കും. ഈ ദേശത്ത് ദൈവത്തിന് ആവശ്യമുള്ളതിനെ ദൈവം പുറത്തിറക്കും. ഈ രാജ്യത്ത് ദൈവത്തിന് ആവശ്യമുള്ളതിനെ എല്ലാം സമയമാകുമ്പോൾ ദൈവം പുറത്തിറക്കും. ആര് ഏത് വിധത്തിൽ എന്ത് തന്ത്രങ്ങളും സൂത്രങ്ങളൊക്കെ ആമൻ ഒപ്പിച്ച് ബന്ധിച്ചു വെച്ചാലും ദൈവത്തിന് പ്രിയമുള്ളവരെ ദൈവം പുറത്തിറക്കും. നമുക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ശാന്തമായിട്ട് 1-2 കാര്യങ്ങൾ ഇന്ന് രാത്രി ചിന്തിക്കാം. ഏതാ പുറത്തിറക്കുന്ന ദൈവം? ആരെ? ദൈവത്തിന് ആവശ്യമുള്ളവരെ, ദൈവത്തിന് പ്രിയമുള്ളവരെ. 1-2 തിരുവെടുത്ത് എല്ലാം അറിവുള്ള വാക്യമാണ് ഞാനീ പറയുന്നത്. ദൈവദാസനെ വായിച്ച് അറിവുള്ള വാക്യമാണ്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 23-ാമത്തെ തിരുവെടുത്ത് ഒന്ന് വായിച്ചു സഹായിച്ചാട്ട്. അങ്ങനെ ഒറ്റുകാരായിരുന്ന യൗവനക്കാർ ചെന്ന് രാഹാബിനെയും അവളുടെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും അവൾക്കുള്ള സകലത്തെയും പുറത്തു കൊണ്ടുവന്നു. എല്ലാത്തിനെയും പുറത്തു കൊണ്ടുവന്നു. തനിക്കുള്ളവയെ പുറത്തിറക്കും.
ദൈവത്തിന് മഹത്വം. രാഗാവിനെയും അവിടെ മാതാപിതാക്കളെയും പിന്നെ അവളുടെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും അവൾക്കുള്ള സകലത്തെയും പുറത്തു കൊണ്ടുവന്നു. എല്ലാത്തിനെയും പുറത്ത് കൊണ്ടുപോകാം. പശ്ചാത്തല ഭാഗമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. ദൈവത്തിന് മഹത്വം. എരികോ കോട്ടയുടെ മുകളിലായി സ്ത്രീ പാർക്കുന്നെന്ന വേദ പണ്ഡിതന്മാര് അല്ലെങ്കിൽ പഠിതാക്കള്, പണ്ഡിതന്മാരെന്ന് പറയുന്നില്ല, പഠിതാക്കൾ, അതാണ് നല്ലത്. പണ്ഡിതന്മാരൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ കവളും മുറിന്ന് നടക്കുന്നതേ ഉള്ളൂ, പണ്ഡിതനൊന്നുമല്ല. പോക്ക് ഇരിപ്പം കണ്ടാൽ നമ്മൾ ഭയങ്കര പണ്ഡിതനാണ്. മിക്ക വിഷയവും എപ്പോഴും അറിയാൻ മേല. നമ്മൾ തർക്കത്തിൽ ചിലർ വന്ന് ചോദിക്കുമ്പം അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും. ഇപ്പോൾ ഉദാഹരണം, നമുക്ക് സഭയിലെ നേതാക്കന്മാരുണ്ട്. ഏതെങ്കിലും ഒരു നേതാവ് തീർത്ത് പറയുന്നുണ്ടോ ആഭരണം ഇടാം അല്ലെങ്കിൽ ഇടരുത്, പറയുന്നുണ്ടോ? പറയത്തില്ല. അപ്പം പിന്നെ ഏതാ പണ്ഡിതൻ? ഒരു പണ്ഡിതനും ഇല്ല. ഏനാ അച്ചായന് ഇരുത്തി ഒരു മൂളി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പണ്ഡിതന്മാരൊന്നുമില്ല, പിന്നെ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക. അയ്യോ, നമുക്കറിയാത്ത എന്തെല്ലാം കാര്യങ്ങളായി പുസ്തകത്തിലുള്ളത് ഇല്ലേ? കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ്. നമുക്ക് അറിയാത്ത എത്രയോ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുള്ളൂ. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ജീവിച്ച് അങ്ങ് ചെല്ലണം. പല കാര്യവും അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇല്ലേ? പൗലോസ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ കാര്യം പിടികിട്ടി. താഴെ ഇരുന്നപ്പോൾ പിടി കിട്ടിയോ? ഇല്ല, അവിടെ ചെന്നപ്പോൾ പിടി കിട്ടി. 14 ആണ്ട് മുമ്പ് ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, പരദീസുകളും എടുക്കപ്പെട്ടു. അവിടെ ചെന്ന് കണ്ട കാഴ്ചകളല്ല അതിൻ്റെ ഓർഡറൊക്കെ ആയി തന്നിരിക്കുന്നത്. നമുക്ക് പല കാര്യവും അറിയത്തില്ല. നമ്മുടെ ആ ഭാവവും ഇരിപ്പും ഒക്കെ കണ്ടാൽ നമുക്ക് ഈ വീഴ്ചയ്ക്ക് മുന്നേ ദൈവത്തിന് മഹത്വം. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പം ഈ സ്ത്രീക്ക് ഈ കോട്ടയുടെ മുകളിൽ പാർക്കുന്നെന്ന ഒരു കർത്തദാസൻ ഒരിക്കൽ പ്രസംഗിച്ച് ഞാൻ കേട്ടത്, ഞാൻ വന്ന യോഗത്തിനുണ്ട്, പുള്ളിക്കാരിക്ക് അവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നെന്ന്. ആർക്കാ? റാഹാബിന്. കേട്ടതാന്നേ, എരികോ കോട്ടയിൽ. അത് നമ്മുടെ മതിൽ പോലല്ല. നമ്മുടെ മതിൽ സ്നേഹമതിൽ, അതിൽ ഉടനെ പുറലോട്ട് മറിഞ്ഞു വീഴുക. എരികോ കോട്ട അങ്ങനല്ല. ധാരാളം രഥങ്ങൾക്ക് ഒരുമിച്ച് അതിൻ്റെ മുകളിൽ കൂടി സഞ്ചരിക്കത്തക്ക വിധത്തിലുള്ള വീതിയുള്ള പാതയായി കോട്ടയുടെ മേളിൽ. അതിൻ്റെ ഒരു വശത്തായിട്ട് ഈ സഹോദരിക്ക് റാഘവനും കുടുംബത്തിനും ഒരു നാടൻ ഭാഷ മനസ്സിലാകുന്ന ഭാഷയിൽ ഹോട്ടലുമൊക്കെ ഉണ്ടായിരുന്നെന്ന്. അപ്പം ഈ ഹോട്ടലിൽ വന്ന് ധാരാളം ആൾക്കാർ കഴിക്കുകയും കുടിക്കുകയും പോവുകയും യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അവിടെ ഇരുന്ന് പലരും സംസാരിക്കും പല കാര്യം. ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ പലരും സംസാരിക്കുമല്ലോ. അല്ല, ഈ കൂടുതലും ഈ CID-മാരൊക്കെ പണ്ട് ന്യൂസ്, ഇപ്പം വേറെ രീതികളുണ്ട്. പണ്ട് കാലത്ത് ന്യൂസ് അറിയാൻ കൂടുതലും ഈ ബാർബർ ഷോപ്പിൽ ചെല്ലുമെന്നാണ് പറയുന്നത്. അവിടെ ചെന്നിരിക്കുമ്പം ബാർബർ ഷോപ്പുകാരനറിയാം ദേശത്തെ പല വിഷയങ്ങൾ. ഏതാ, മുടി വെട്ടുമ്പം ഒന്ന് വെട്ടി വെച്ച് പറയും, ബ്ലേഡ് എടുത്ത് വെച്ച് പറയും, പിന്നെ നമ്മുടെ ആ തെക്കേ തുണ്ടിയിലെ കറിയാച്ചൻ്റെ കാര്യം എങ്ങനെയായി, ബ്ലേഡ് വെച്ചേക്കുക. ഉടനെ അവൻ അവിടെ ഇരുന്നോട്ട് പറയും, കറിയാച്ചൻ അവിടുന്ന് ആ വസ്തു വിറ്റു. എത്ര എണ്ണ വിറ്റു? ബ്ലേഡ് എടുത്തിട്ടില്ലെന്ന് ഓർത്തോണം. അത് ഉടനെ പറയും, അത് ഇത്ര ലക്ഷത്തിന്. ആരാ മേടിച്ചു? അത് ചെങ്ങന്നൂരുകാരനാണ് മേടിച്ചു. ആണല്ലോ, ആട്ടെ. നിങ്ങളുടെ ഭാര്യയുടെ അനിയത്തി ജോലി കിട്ടിപ്പോയോ? ബ്ലേഡ് വെച്ചോണ്ടായി ചോദിക്കുന്നത്. ഉള്ള കാര്യമായി പറയുന്നു. ഒരു വശം വെട്ടി വെച്ച് പറയും, മറ്റേ വിഷയം എന്താ, പിന്നെ കത്തിയായിട്ട് മാറുകയെന്ന്. നമുക്ക് മറ്റേ വശവും വെട്ടേണ്ടതാണ്. ഒരു വശം വെട്ടിപ്പോകാനൊക്കെ. അതിന് നമ്മളിതെല്ലാം അങ്ങ് തത്ത പറയാൻ പോലെ. നിങ്ങളാരും ഇതുവരെ മുടി വെട്ടിച്ചിട്ടില്ലേ? ഉണ്ടെന്നുണ്ട്, അത് കുറ്റമല്ല. അപ്പം അന്നത്തെ പഴയ CID-കളൊക്കെ ഈ ബാർബർ ഷോപ്പിൽ ചെന്ന് കാര്യങ്ങൾ, അതുപോലെ ചായക്കടയിലും കയറും. ആ ദേശത്തെ പ്രായമുള്ളവരൊക്കെ രാവിലെ ചായക്കടയാ ഒരു കാലം ഇളകിയ ബെഞ്ച, എന്നാലും അവിടെ ചെന്നിരുന്ന് കുത്തിയിരുന്ന്, എന്നാ അമ്മാമ്മേ സമയമായോ? വിടാം, ഇപ്പം വിടാം. താമസിനെ സമയം അമ്മാമ്മ നോക്കും, ഇപ്പം വിടാം. 8:50 ആയതേ ഉള്ളൂ. എത്ര മണി വരെ പ്രശ്നം? 9:30. ഇപ്പം വിടാം.
9:30. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ഈ ചായക്കടയില് അല്ലെങ്കിൽ ഈ ഹോട്ടലില് ധാരാളം ആൾക്കാർ വന്ന് സംസാരിക്കുക, ചായ കുടിക്കാൻ, നാടൻ ഭാഷയല്ല പറഞ്ഞത്. അപ്പൊ ഈ രാഗാബ് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പൊ കേൾക്കുന്ന വാർത്ത ഇതാ. അപ്പോൾ പലരും വന്ന് സംസാരിക്കുക. ഞാൻ എൻ്റെ ഭാവനെ പറയാം. ചായ കുടിച്ചവർ ചായ കുടിച്ചു. പിന്നെ അറിഞ്ഞോ എന്തുവാ ആണ്ട് ഒരു കൂട്ടം ആൾക്കാർ വരുന്നു, യോർദാൻ കടന്നു. അപ്പോൾ പറഞ്ഞു, അയ്യോ അവർ യോർദാൻ കടന്നോ? ആ കടന്നു. കടക്കുമെന്നും പറഞ്ഞ് അക്കരെ നിൽക്കുന്ന കണ്ടായിരുന്നു. ഭയങ്കര ആളാ, ഭയങ്കര കൂട്ടമാണ്. അപ്പൊ ചായക്കട ചായ കുടിച്ചപ്പോൾ അവര് മാത്രമല്ല, അവരുടെ കൂടെ ഒരു പെട്ടി ഉണ്ടടാ. പെട്ടി ഇതൊക്കെ ചായക്കടയിൽ നിന്ന് പറയുന്നതാ, ഒരു പെട്ടി. അപ്പം വേറെത്തും ചോദിച്ചു, എണ്ണ പെട്ടി കട 10,000 വന്നു. 10,000 അവരതിന് പറയുന്ന പെട്ടകമെന്നാ. അതെന്താ പെട്ടിക്കകത്ത് എന്ത് പാടാ? അവരുടെ സ്വത്തായിരിക്കും. സ്വത്തല്ല. ആ പെട്ടകത്തിനകത്ത് 3 സാധനങ്ങളുണ്ട്. മന്നായിട്ട് വെച്ച പൊൻപാത്രം, അഹറോന്റെ തളർത്ത വടി, നിയമത്തിന്റെ കൽപ്പലക. ഇത് 3 പെട്ടകത്തിലുണ്ട്. മത്തായിച്ചൻ പാടിയ ഒരു പാട്ടിന്റെ വരിയുണ്ട്, പെട്ടകമുമ്മത്തിനുൾ നിയമത്തിൻ കൽപ്പലകയും മന്ന. പെട്ടകമുമ്മത്തിനുൾ നിയമത്തിൻ കൽപ്പലകയും മന്ന. വച്ചിടുന്നൊരു പൊൻപാത്രം, അഹറോൻ തളിർത്ത വടി. വച്ചിടുന്നൊരു പൊൻപാത്രം, അഹറോൻ തളിർത്ത വടി. ഒട്ടു വളരെ കനകം കൊടുത്താലും ഒട്ടു വളരെ കനകം കൊടുത്താലും കിട്ടാത്ത മർമ്മങ്ങൾ പെട്ടിയിൽ കാണുന്നു. എന്തു മനോഹരമേ ഈ കാണുന്ന, എന്തോ അതിശയമേ. പാടാൻ നേരമില്ല. അപ്പം നല്ല പാട്ടാ, പഴയ പാട്ടാ. ഇപ്പോഴത്തെ എല്ലാ പാട്ടിനോടും എനിക്ക് യോജിപ്പില്ല. ചില പാട്ട് നല്ലതാ, വട്ടുപാട്ടുമായിട്ട് കുറയണം. എല്ലാ പാട്ടും മോശമല്ല, ചില പാട്ട് നല്ലതാ. ഇത് നല്ലതല്ലേ? എനിക്ക് പാടാൻ ട്യൂണില്ലെന്നേ ഉള്ളൂ. ഇവര് പാടുക ഞാൻ നന്നായിട്ട് നോക്കും. അല്ല, എനിക്ക് പാടാൻ ട്യൂണും സ്വരവും ഇല്ലെന്ന്. നാളൊരു നാളെ ചോദിച്ചു, നിങ്ങൾ രണ്ടുകൂടെ കിടന്ന് കാറുന്ന എന്തിനാന്ന്? പാടുന്നത് പോലും അവര് പറഞ്ഞതാ സത്യം, കാറുക. എന്നാൽ ഈ കാറന്ന് എന്നെ നിങ്ങൾ വിളിച്ചല്ലോ, വലിയ സന്തോഷം. ദൈവം അനുഗ്രഹിക്കും. അപ്പോൾ 3 സാധനങ്ങളായി പെട്ടകത്തിനകത്ത്. ഇടകരി മന്നായിട്ട് വെച്ച ഒരു പൊൻപാത്രം, അഹറോന്റെ തളർത്ത വടി. മാത്രമാണോ പർവ്വതത്തിലേക്ക് വിളിച്ചേച്ച് പലക, ദൈവത്തിന്റെ പലക. ഈ പലകയിലെ എഴുത്ത് ദൈവത്തിന്റെ എഴുത്ത. അത് പൊട്ടിച്ചെങ്കിലും പരുവത്തിന് വേറെ കൊണ്ടുചെന്ന് അത് അതുപോലെ പകർത്തി ഇഞ്ഞെടുത്ത് എന്ന് പറഞ്ഞ പ്രമാണം എഴുതിയ 2 കല്ല്. ഇത് അപ്പൊ ഈ ചായക്കടയിൽ ഇരുന്ന് ഇതെല്ലാം പറയുന്നുണ്ടെന്ന്. ചായക്കടയിൽ ഇരുന്ന് സംശയം വായിര്. ചായക്കടയിൽ നിന്ന് എഴുതിയിട്ടില്ലെങ്കിലും ഇതൊക്കെ പറഞ്ഞെന്ന് ഇവള് കേട്ടു. വായിച്ച്. ദൈവദാസനെ പേരെന്തോ ഞാൻ മറന്നുപോയി. നമ്മുടെ അയ്യോ അല്ലെന്ന്, വേറെ ബന്ധം. നമ്മൾ ഏതാ? അതാ ഞാൻ പുള്ളിക്കെല്ലാം പറയാം, നാണക്കേടാ. യോശുവയുടെ പുസ്തകം എല്ലാം വായിക്കാൻ നേരമില്ല. 2-ാം അധ്യായത്തിന്റെ 9 മുതൽ വായിച്ചു. യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. കൂട്ടുകാരോട് രാഗാബ് പറയുകയാ,
യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. അടുത്തത്, ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് ഞാൻ അറിയുന്നു. അടുത്തത്, ഞങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും. അപ്പൊ ഇവളിതെല്ലാം കേട്ടിട്ടുണ്ട്. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും, ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും, പിന്നെ യോർദാന്റെ അക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ, ഓഗ് എന്ന അമോര്യ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു. അവരോട് ചെയ്തതുമൊക്കെ ഞങ്ങള് കേട്ടു. അപ്പൊ ഇവരെ കണ്ടിട്ടില്ലെങ്കിലും പെട്ടകത്തിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് അറിയത്തില്ലെങ്കിലും ആൾക്കാരുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിലും ഇവർക്കൊരു കാര്യം മനസ്സിലായി, ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവമുണ്ട്. യോർദാൻ വറ്റിച്ചൊരു ദൈവമുണ്ട്, ചെങ്കടൽ വറ്റിച്ചൊരു ദൈവമുണ്ട്. ഈ വസ്തുത, ഈ വിഷയം രാഹാബ് കേട്ടു. എല്ലാ വാക്യങ്ങളും ഇപ്പൊ എടുക്കാനും ചരിത്രത്തിലോട്ടെല്ലാം പോകുന്നില്ല, ഇവളിത് മുഴുവൻ കേട്ടു. ഭക്തരായ രാജാക്കളും സീകോനു മോകും വന്നാൽ ശങ്ക വേണ്ട, ഭീതി വേണ്ട, ശക്തൻ നിന്ന ശക്തരായ രാജാക്കൾ കൈയടിച്ച് ചേർന്ന് സീകോനു മോകും ആമേ ശങ്ക വേണ്ട, ഭീതി വേണ്ട, ശക്തൻ നിന്ന ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർ എന്നോവേ. ഓ മഹത്വ പാതാളമേ മരണ, ഓ നിന്നുടെ ജയമേ കുഞ്ഞാട്ടിന്നും കോട്ട തൻ ഭക്തർക്ക് സംഗരകൻ കടന്നു പോയി. പാതാളമേ ഗ്ലോറി, കോട്ട തൻ ഭക്തർക്ക് സംഗരകൻ കടന്നു. കരമുയർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്ത്. അപ്പൊ ഈ സ്ത്രീ ഇവരെ പറ്റിയും കേട്ടു, അതിലുപരി ഇവരുടെ ദൈവത്തെ പറ്റിയും കേട്ടു. അങ്ങനെ ഈ ഹോട്ടലിൽ അല്ലെങ്കിൽ ഈ വീട്ടിൽ വന്ന് പലരും സംസാരിക്കുന്ന, എരികോവിൽ വന്ന് സംസാരിക്കുന്നതൊക്കെ ഇവള് കേട്ടു. അപ്പൊ അങ്ങനെ ഇവക്ക് ഈ ദൈവത്തിൽ വിശ്വാസമുണ്ട്. അവള് കേട്ടിട്ടുണ്ട് യോർദാൻ കിടക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ അവള് കേട്ടു പെട്ടകം ചുമന്ന ഇത് വണ്ടിയെ കയറ്റേണ്ട സാധനമൊന്നുമല്ല. ഇവ ഈ ബിരുദന്മാർ വന്ന് ഇതെല്ലാം വണ്ടിക്കകത്ത് ആത്മീക ലോകത്ത് ഒത്തിരി ഗുണം പഠിക്കാത്ത ഒത്തിരി ഇതിനകത്ത് കയറി വണ്ടിയും കാളയും മൂരിക്കാളയ്ക്ക് വല്ലും പെട്ടകം എന്നാന്നറിയാമോ? ഇവര് പ്രമാണം എന്നാ, വ്യവസ്ഥ എന്നാ, പ്രതിഷ്ഠ എന്നാ, ആരാധന ഒന്നും അറിയാൻ മേല. മൂരി പണ്ട് നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, പോത്തിനോടാന്നോടാ. അപ്പൊ ഈ കാളയ്ക്കോ മൂരിക്കോ ഇതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഇവര് ഗുണം പിടിക്കാത്തവനെല്ലാം കൂടെ വണ്ടിക്കകത്ത് ഇതെല്ലാം എടുത്തോണ്ട് പോയി. എന്ത് പ്രശ്നം ഉണ്ടായി? പക്ഷെ ഇത് തോളെ വെച്ച് ചുമക്കേണ്ടതാണ്. ആ പെട്ടകത്തിന് 4 വശത്ത് 4 വളയമുണ്ട്. വളയത്തിനകത്ത് കതിരമരത്തിന് തണ്ട്, അത് പൊന്നി ചെലുത്തിയിട്ടിരിക്കുക. ഇത് തോളെ വെച്ചുകൊണ്ട് വേണം പോകാൻ. അപ്പോൾ രാജാവ് കേട്ടു, അവൻ വിശുദ്ധന്മാരാകുന്ന പ്രിയപ്പെട്ടവര് ഈ പെട്ടകം തോളെ വെച്ച് ഇങ്ങനെ ചുമ്മിക്കൊണ്ട് വന്ന് അവരുടെ കാല് ആ മരണയോർദാന്റെ ആ വെള്ളത്തിന്റെ വക്കത്ത് മുട്ടിയപ്പോൾ ഇത് മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. ഇതെല്ലാം ഇവള് കേട്ടു. അപ്പൊ അവള് ചോദിച്ചു, എല്ലാവരും ഇക്കരക്ക് മുഴുവനെണ്ണം ജനം മുഴുവൻ നടന്ന് കയറി തീരുന്നവരെ അവരവിടെ നിന്ന് അനങ്ങിയില്ല. വെള്ളം അങ്ങ് ഒഴുകി. ദൈവത്തിന് മഹത്വം.
നിനക്ക് വേണ്ടി ദൈവം ചെയ്യുമെന്നായി പറഞ്ഞേ. ദൈവത്തിന് മഹത്വം. ഞാൻ എൻ്റെ ശൈലി പറയാം. കൃപയുള്ള അഭിഷേകമുള്ള ദൈവദാസന്മാർ, ദൈവകുഞ്ഞുങ്ങൾ നിന്റെ വീട്ടിൽ വന്ന് കാലുകുത്തിയാൽ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അഭിഷേകമുള്ള ദൈവദാസന്മാരും ദൈവമക്കള് നിന്റെ വീട്ടിൽ വന്നൊന്ന് സ്തോത്രം ചെയ്താൽ മതി. നിന്റെ വീടിനും നിന്റെ തലമുറയ്ക്കും അത് വിടുതല. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അപ്പൊ ഈ കാര്യങ്ങൾ ഒത്തിരി പറയാനുണ്ടെന്ന് അങ്ങ് വെട്ടിക്കുറയ്ക്കുക. ഇവളിതെല്ലാം കേട്ടു, ഇവള് ദൈവത്തെ കേട്ടു, കണ്ടിട്ടില്ലെങ്കിലും കേട്ടു. അങ്ങനെ കേട്ട് വെച്ചിരിക്കുമ്പോഴാണ് സൂക്ഷം 2 ഒറ്റുകാർ ഇവിടെ വന്നത്. 2 പേര്, സൂക്ഷം 2 പേര് ഇവിടെ വീട്ടിൽ വന്നു, ഒറ്റുകാര്. അപ്പൊ ഒറ്റുകാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് ചോദിച്ചു എവിടെ നിന്ന് വരുന്നു? അവർ ഞങ്ങള് അമ്മാമ ഇങ്ങനെ എവിടുത്തുകാരാന്ന്. അപ്പൊ അവര് എൻ്റെ ഭാഷ, ഇപ്പം ഒരു പാട്ടുകാരും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനും 2 ശൈലി പാടിക്കോട്ടെ. ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു. അപ്പൊ അമ്മാമ്മ ചോദിച്ചു എവിടുത്തുകാരാ? ഉടനെ അവര് പാടുക, മോക്ഷയാത്രയാണിത്. മതി, ഞങ്ങള് മോക്ഷയാത്രക്കാരാ. പിന്നെ ഇപ്പം അത് ഞങ്ങളുടെ കൂടെ കുറെ ആൾക്കാരുണ്ട്, ഞങ്ങളെ മുന്നേ ഇങ്ങോട്ട് വിട്ടിരിക്കുക, ഈ ദേശം എങ്ങനെ ഉണ്ടെന്നറിയാൻ. എന്നിട്ടോ ദേശം ഞങ്ങൾ കൈയടക്കാൻ പോവുക, പിടിക്കും. അപ്പൊ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാ ഈ കക്ഷികളാ. അപ്പൊ ഇവള് നേരത്തെ കേട്ടിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവൾ ഈ ഒറ്റുകാരെ സംരക്ഷിച്ചു. ഞാൻ എൻ്റെ ഭാഷയെ പറയാ കേട്ടോ, എൻ്റെ ഭാഷയാ, തെറ്റിദ്ധരിക്കരുത്. ഉപദേശിമാരെ ഇവള് സംരക്ഷിച്ചു. എല്ലാ ഉപദേശിനെയും അല്ല, ഒറ്റ നോക്കാൻ വന്ന ഉപദേശിമാരെ, ഒളിഞ്ഞു നോക്കാൻ വന്നവന്മാരല്ല, ഒറ്റ നോക്കാൻ വന്ന ഉപദേശിമാരെ ഇവള് സംരക്ഷിച്ചു. അവരെ കൈക്കൊണ്ടു. അങ്ങനെ 2 വാക്യം വായിച്ചേ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 31 വായിച്ചേ. വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ടു. ഇനി യാക്കോബിന്റെ ലേഖനം 2:25 വായിച്ചേ. അവണ്ണം രാഹാബ് എന്ന വേശ്യയും ദൂതരെ കൈക്കൊള്ളുകയും. മതി, 2 സ്ഥലത്ത് ഒടിഞ്ഞിരുന്ന കൈക്കൊണ്ടെന്ന കൈക്കൊണ്ടു. ഞാൻ ഇങ്ങനെ അങ്ങ് പറയുക, ഒരു വാക്യം കൂടെ കടമെടുത്ത്, അവനെ കൈക്കൊണ്ട്. മതിയല്ലോ, അവനെ കൈക്കൊണ്ട്. ഈ 2 പേരെ ഇവള് കൈക്കൊണ്ടു. ഇവരും വന്ന് പറഞ്ഞത് ദൈവത്തെ പറ്റിയാ. അവരെ കൈക്കൊണ്ടെന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞത് ഇവള് കൈക്കൊണ്ടു. എന്തുവാ അവര് പറഞ്ഞത് ഇങ്ങനെ, സഹോദരി, ജീവനുള്ളൊരു ദൈവമുണ്ട്, ഞങ്ങൾ ആ ദൈവത്തെ സേവിക്കുന്നവരാ, ഞങ്ങൾ ആ ദൈവത്തെ ഭജിക്കുന്നവരാ, ഞങ്ങളെ ആ ദൈവം ഇതുവരെ നടത്തി. അവൻ ചെങ്കടൽ വറ്റിച്ചു, മരുഭൂമിയിൽ ഞങ്ങൾക്ക് മന്ന പൊഴിപ്പിച്ചു തന്നു, പാറകുന്ന ശുദ്ധ വെള്ളം തന്നു, അവൻ കാടപ്പക്ഷിയെ തന്ന് ഞങ്ങളെ പരിപാലിച്ചു. ഞങ്ങൾ സേവിക്കുന്ന ദൈവം, ഞങ്ങളെ രക്ഷിച്ച ദൈവം, ജീവനുള്ള ദൈവം, സത്യ ദൈവം, ഏക ദൈവം, നിത്യ ദൈവം. ഈ കാര്യം ഇവര് പറഞ്ഞു. അവൾ അവരെ കൈക്കൊണ്ടെന്ന് പറഞ്ഞാൽ ഇവര് പറഞ്ഞ കാര്യം ഇവള് ഏറ്റെടുത്തു. വിവരിക്കുന്നില്ല സാംസനെ, സമയം എന്ത് പറഞ്ഞു? ചിലക്ക് അമ്മാമ്മ ഇനി നോക്കരുത്, അതുകൊണ്ടാ. ഏതാ ദൈവദാസി? ഏതാ? നമ്മുടെ. അപ്പൊ പിന്നെ അമ്മാമ്മ ഒട്ടും പോകല, അച്ഛൻ ഇവിടെ ഇരുന്ന അച്ഛമ്മ എങ്ങനെ പോകും? ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവര് കൈക്കൊണ്ടവള്. ഇന്ന് രാത്രി സ്നേഹിത, നിനക്ക് നല്ല അവസരം ദൈവം തരിക. എന്ത്? യേശുവിനെ കൈക്കൊള്ളാൻ. യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുവാൻ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ, യേശുവിന് ഹൃദയം കൊടുക്കുവാൻ, യേശുവിനെ നിന്നെ നാഥനായിട്ട് അംഗീകരിക്കുവാൻ ഇന്ന് രാത്രി ദൈവം നിനക്ക് അവസരം തരിക.
മുമ്പേ പാടിയ പാട്ട് ഞാനിവിടെ ഒന്ന് പാടട്ടെ, ഒന്ന് സഹായിക്കണേ. നിൻ പ്രാണൻ പോകും മുൻ ആത്മാവിൻ രക്ഷയെ നേടിയിടുക. നിൻ പ്രാണൻ പോകും മുൻ ആത്മാവിൻ രക്ഷയെ നേടിയിടുക. ശ്രീയേശുപാദേ വരുമോ നീ വേഗം, ശ്രീയേശുപാദേ വരുമോ നീ വേഗം. കാലം നീ കളയാതെ നീയതു മറക്കാതെ. ഓ ശ്രീയേശുപാദേ വരുമോ നീ വേഗം, ശ്രീയേശുപാദേ വരുമോ നീ വേഗം. കാലം നീ കളയാതെ നീയതു മറക്കാതെ. ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ. നീതു മറക്കാതെ. ഇന്ന് രാത്രി സുപ്രധാന കാലമാണ്. ഈ രാത്രി രക്ഷാ ദിവസമാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശുവിനെ കൈക്കൊണ്ടോണം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ഈ സ്ത്രീ ഇത് കൈക്കൊണ്ടു. എന്റെ ഭാഷയെ പറഞ്ഞാൽ ഇവള് രക്ഷിക്കപ്പെട്ടു. അവള് രക്ഷിക്കപ്പെട്ടു. അപ്പൊ അവക്ക് മനസ്സിലായി ഇവരിത് പിടിക്കും, ഇവർ ഈ ദേശം എത്ര അടച്ച്. രണ്ടാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. അനന്തരം നൂന്റെ മകനായ യോശുവ രഹസ്യമായി ഒറ്റുനോക്കേണ്ടതിന് ശിത്തീമിൽ നിന്ന് 2 പേരെ അയച്ചു. ശിത്തീമിൽ നിന്ന് 2 പേരെ അയച്ചത്. അതിനെ ശിത്തീമിൽ നിന്ന് അയച്ചത് എല്ലാം പറയാൻ സാംസനെ ഇന്ന് തീർന്നില്ലേ, നാളെ ബാക്കി പറയട്ടെ. ശിത്തീമിൽ നിന്നാണ് ഇവരെ അയച്ചത്. അതിന് അത് പറയാം. ശിത്തീമി വന്നപ്പോൾ മുഴുവൻ പരുവക്കേടായി. ശിത്തീമില്ലേ സംഖ്യാപുസ്തകം 25:1 വായില്ല. വചനത്തിൽ നിന്നാകുമ്പോ പിന്നെ വലിയ ഉടക്ക് വരികയല്ലോ. ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അപ്പം മിസ് കോൾ വിട്ടു, ഫേസ്ബുക്കിനകത്ത് വിട്ടു, പിന്നെ വാട്സപ്പിനകത്ത് ചാറ്റിങ് മുതുപാതിരായിരിക്കും. എന്നാ മനസ്സിലാവുന്നില്ല? നിങ്ങളൊന്നും അറിയാൻ മേലാത്ത നിർമ്മല കന്യകയെ പോലെ എനിക്കും അറിയാൻ മേല. ഇന്നാളൊരാൾ പറഞ്ഞു അയാൾക്ക് അറിയാൻ മേലാത്തതിൻ്റെ സൂക്കാടാന്ന്. ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ നമ്മൾ രണ്ടും സമയം ചുറ്റാവേദിയില്ല, കൊടുകൈ. ദൈവത്തിൻ്റെ മഹത്വം. ഏതോ ചാഞ്ഞ് നോക്കും. സംഖ്യ 25. പിന്നെന്തോ 25. അപ്പൊ ഇവര് ശിത്തീമിൽ വന്നപ്പോൾ ജനം ഒന്നുകൂടെ വായിച്ച് ജനം ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബി സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. ഇവര് പ്രമാണം ലംഘിച്ച്, വ്യവസ്ഥ തെറ്റിച്ച്, പ്രമാണം വിട്ടുള്ള ഇടപാട് തുടങ്ങി ശിത്തീമിൽ വന്നപ്പോൾ. മാത്രമാണോ? അടുത്ത വാക്യം വായിര്. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇവര് ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ക്ഷണിച്ചു. അപ്പൊ ഇവര് പോയി ക്ഷണിച്ചു. വരണേ, പാർട്ടിയുടെ പരിപാടി കൊണ്ട് വരണേ, ഷാൾ അണിയിക്കുന്നുണ്ട്, വരണേ. ബൂത്തിൽ ഇരിക്കണേ, ഇരിക്കാൻ ആളെ കഴിഞ്ഞു. എന്നെയല്ല ദൈവം.
എന്തോ പ്രസംഗം നിർത്തണമെന്നാണോ തുടരണമെന്നാണോ? അതാ തുടരാം. ഇവര് ദേവന്മാരുടെ ബലികൾക്ക് ശിത്തീംകാര് ഇവരെ ക്ഷണിച്ചു. ആരെ? ദൈവമക്കളെ. കുഞ്ഞാടനെ അടുത്ത് യോരത്തളെ ആചരിച്ചവരാ, രക്ഷ. ചെങ്കടൽ കടന്നവരാ, സ്നാനപ്പെട്ട്. അടിക്കപ്പെട്ട പാറയിൽ നിന്ന് വെള്ളം കുടിച്ചവരാ, സ്വർഗീയ മന്ന പൂജിച്ചവരാ, ദൈവിക വിടുതൽ കണ്ടവരാ. ഇപ്പൊ നേരെ എല്ലാത്തിനും അങ്ങ് കൂടുക. അവര് പറഞ്ഞു ക്ഷണക്കത്ത് കൊടുത്ത് വരണമെന്ന്. ഇവര് പോയി. ഒന്നുകൂടെ വായിച്ചു, എല്ലാരും കേട്ടില്ലെന്ന് തോന്നുന്നു. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. നല്ല കക്ഷികളായി. എല്ലാത്തിനും കൂടുന്ന ആൾക്കാരുണ്ടല്ലോ, ഇല്ലേ? 28 കെട്ടിനും പോകും, മാമോദിസായ്ക്കും പോകും, ആണ്ടിയാത്തത്തിനും പോകും, അടിയന്തരത്തിനും പോകും, 40-നും പോകും, 16-നും പോകും, ഞായറാഴ്ച സഭായത്തിനും അതിനും വരും, പാർട്ടിയുടെ പരിപാടിക്കും പോകും. അത് പോകുന്നവർ പോട്ടുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് തിരുമേശ എടുക്കുന്ന നിന്റെ കാര്യമാ പറയാൻ. പള്ളിപ്പെരുന്നാളിനും പോകും, അമ്പലത്തിലെ പരിപാടിക്കും പോകും, ഗാനമേളയ്ക്കും പോകും, കൺവെൻഷനും വരും, പത്രദീപം തെളിയിക്കാനും. മനസ്സിലാകുന്നില്ലേ നിങ്ങൾക്ക്? ആയാ മതി. എല്ലാത്തിനകത്തും ഉണ്ട്. ബർത്ത്ഡേ ആഘോഷത്തിനും ഉണ്ട്, വെഡിങ് ആനിവേഴ്സറി ആഘോഷത്തിനും ഉണ്ട്, സപ്തതിക്കും ഉണ്ട്, ഷഷ്ടിക്കും ഉണ്ട്. സാംസണൊന്നും പിടികിട്ടുന്നില്ല. ഞായറാഴ്ച ആകുമ്പോൾ ഒരു വെള്ളത്തുണി കൊടുത്തോണ്ട് സഭയിലും വന്ന് ഈ എന്തുവാ വരമ്പേ മുണ്ടിയിരിക്കും പോലെ ഞാൻ വന്ന് ഇഷ്ടപ്പെട്ടില്ല. ദൈവത്തിന് മഹത്വം. വേർപാടില്ല. ഞായറാഴ്ച 10 മുതൽ 1 മണി വരെ ഇങ്ങനെ സായിപ്പ് വള്ളത്തെ പോകുമ്പോൾ രാറ്റാടിക്കുന്നതല്ല ആരാധന. ഉപദേശമാരോടും ഞാൻ പറയാം, എന്നെ പ്രതിക ഞായറാഴ്ച ഒരു മെസ്സേജ് 2 പോയിന്റ് ചിന്നൽ പറയും കത്തിച്ചു. പിന്നെ ഈ ചില ഹെഡിങ് ഒക്കെ കണ്ടാൽ നമുക്ക് ഞാൻ നമ്മുടെ പ്രസംഗമൊക്കെ ചിലർ കട്ട് ചെയ്ത് കുറേ മുടിയാന്തരം പിടിച്ചവന്മാരുണ്ട്. കട്ട് ചെയ്ത് അത് നല്ല ഉദ്ദേശത്തോടല്ല കൊടുക്കുന്ന വാചകം. നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്തുവാ ഇന്നാളൊരുത്തം കൊടുത്തേക്കുന്നത് ഇടുക്കി നടുങ്ങി. ചുമ്മാ ബെടലത്തരമാ. ഈ മുടിഞ്ഞവനെയെല്ലാം ദൈവം. അത് തെറ്റാണ്. ഇടുക്കി നടങ്ങി ഡാം പൊട്ടിയോ? എന്നെ ഇവന് കാശുണ്ടാക്കണം, അവനായി ഹെഡിങ്. അനീഷ് കാവാലം തകർത്തു. നിന്റെ പറഞ്ഞ ഞാൻ കൂടിപ്പോ. എന്തോ തകർത്തു? അങ്ങനെയുള്ള തലക്കെട്ടൊന്നും കൊടുക്കരുത്, തെറ്റാ. കൊടുത്തോ? ദൈവവചനം ശുശ്രൂഷിച്ചു. ആണാ അതിന്റെ മാന്യത. ഇത് ഈ എന്തുവാ അതിന് പറയുന്നത്? ഈ വരുമാനം വർദ്ധിക്കാൻ വേണ്ടി ഓരോ തലക്കെട്ട് കൊടുക്കുക. എന്തുവാ അതിന് പറഞ്ഞേ? കണ്ടന്റ്. എനിക്ക് ഇംഗ്ലീഷ് വലിയ വശമില്ലാതായി കുഴപ്പം. അത് പാടില്ല, അത് പാടില്ല. ആര് ചെയ്താലും തെറ്റാ. ഒരു പണിയില്ലാതെ കുറെ എണ്ണം കുത്തിയിരിപ്പുണ്ട്. കൊച്ചുങ്ങൾക്ക് ബിസ്ക്കറ്റും കൊടുത്ത് അവള് ജോലിക്ക് പോവുക. അവളാ ജോലിക്ക് പോകുന്ന നേഴ്സ്. ഇവൻ ചുമ്മാ ആരോ റൂട്ടിന്റെ ബിസ്ക്കറ്റ് പാല് മുക്കി കൊച്ചിന് കൊടുത്ത് ജീവന് തിന്നേച്ച് അവിടെ ചുമ്മാ. എത്ര എണ്ണത്തിനെ എനിക്കറിയാമെന്നറിയാം. എന്നിട്ട് അവളോട് കൊണ്ടുപാടി. അതിന് അവള് പറയാൻ പോലെ ഇവൻ നാട്ടിലോട്ട് വന്ന ഉടനെ അവള് പറയും നമുക്ക് എൻ്റെ വീട്ടിലോട്ട് വായിക്കോ കടിവാന ആനക്കാരൻ പോലെ ഇവൻ പുറകെ. ആട്ടെ, നമ്മുടെ വിഷയമല്ല, ഞാൻ ഒന്നും തൊടുന്നില്ല. നാളെ ഉണ്ടല്ലോ ദൈവം അനുവദിച്ച. ആകെ നാളെ. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇവരെ ദൈവം അത്ഭുതകരമായി നടത്തി. ഇവര് വേർപാട് പാലിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ എന്നെയും സകലരോടും പറയാം, ദൈവ കുഞ്ഞുങ്ങൾ വേർപാട് പാലിക്കണം. നമ്മുടെ പഴയ ഉപദേശമാരൊക്കെ പറഞ്ഞ പദം ഞാൻ അങ്ങ് കടമെടുക്കുക. നാടോടുമ്പോ നടുവേ ഓടരുത്. ചേരെ തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോ നീ നടുത്തുണ്ടോ അടിച്ചു മാറ്റരുതെന്ന്.
നീ അമേരിക്കയിലാന്നേലും കാനഡയിലാന്നേലും കേരളത്തിലാന്നേലും എവിടാന്നേലും ആമ നമുക്ക് വേർപാട് പാലിക്കണം. ഇത് വേർപാടുമില്ല, പ്രമാണമൊന്നുമില്ല. ചുമ്മാ ഇങ്ങനെ ഞങ്ങളുടെ ഒരു തള്ള പറഞ്ഞ കണ്ടറകാളം കളിച്ച് കിടക്കുകയാണ്. എന്നാ ഭാഷയാന്ന് എനിക്ക് അച്ഛന് പിടി കിട്ടിയത്, എന്നാ ഭാഷ എനിക്ക് പഠിക്കത്തില്ല. തള്ള ചത്തും പോയി ഉണ്ടായിരുന്നേ ചോദിച്ചത് കണ്ടറകാളയാന്ന്. ദൈവം അമ്മാമയ്ക്ക് പിടി കിട്ടിയോ ആ ഭാഷ? എന്നാ ഏതായാലും അമ്മാമ ദൈവം എന്നിരിക്കട്ടെ. ഇങ്ങനെയുള്ള അമ്മമാർ യോഗത്തിന് ഇരിക്കുന്നത് പോലെ അഴകാ, യോഗ്യമായ വസ്ത്രവും ധരിച്ചു ആണ്ട് നല്ല വൃത്തിയായിട്ടിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നീ മറ്റേ പെണ്ണുങ്ങളെല്ലാം എന്നെ വെച്ചേക്കുകയല്ല. നാളെ നിങ്ങളും വന്ന് മുന്നിയിരിക്കും. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ഇവര് ഷിത്തീമിൽ വന്നപ്പോൾ ഇവരെ ഒറ്റ നോക്കാൻ വിടുക. ഷിത്തീമിൽ നിന്നാ വിട്ടത്. ഷിത്തീമിലെ വിഷയമായി പറഞ്ഞത് ദേവന്മാരുടെ ബലികൾക്ക് ക്ഷണിച്ചു. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം. ദൈവത്തെ സ്തുതിച്ച ഈ നാവ് കൊണ്ട് വേറെ പാട്ടിന് പോകരുത്. ദൈവത്തെ കൈയടിച്ചു മകത്ത് ഈ കൈ കൊണ്ട് വേറെ ഒന്നും തോണ്ടാനും മാന്താനും ഞെരടാനും എടുക്കാനും ഒന്നും പോകരുത്. ഈ പുസ്തകം എടുത്ത കൈ കൊണ്ട് വേറെ പുസ്തകം എടുക്കാൻ പോകരുത്. സ്തോത്രം, 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 സ്തോത്രം. ഈ വസ്ത്രത്തിന് വിശേഷതയുണ്ട്. ഈ വസ്ത്രം ഇട്ടുകൊണ്ട് വേറെ സ്ഥലത്ത് പോകരുത്. ഇത് വേർപാടാ. ഞാൻ പിന്നെ ആ വേർപാടിലോട്ട് പിന്നെ വരുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ പ്രസംഗം അങ്ങനെ വേർപാടിലോട്ട് വരുന്നുണ്ട്. ഇവര് ഷിത്തീമി വന്നപ്പോൾ അവര് വിളിച്ചു ദേവന്മാരുടെ ബലികൾക്ക്. അങ്ങനല്ലയോ ദൈവദാസനെ വായിച്ചു. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും വിളിച്ചു ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും നല്ല പേർക്ക് എവിടെ തിന്നാൻ കിട്ടിയാലും അങ്ങ് പൊക്കോളും. ഞങ്ങളുടെ ഒരു തള്ള പറയുകയാണ്, ആണ്ട് അവൻ ഇരിക്കുന്ന കുത്തഴിച്ച് വെച്ചിരിക്കുന്ന മുണ്ടിന്റെ കുത്തഴിച്ചെന്ന്. കാരണം നന്നായിട്ട് എടുക്കാനാ. തള്ളയുടെ ഭാഷ കുത്തഴിച്ച് വെച്ച് ആണ്ടിരിക്കുന്നെന്ന്. ഈ ശരിക്ക് മുണ്ട് കുത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി കഴിക്കാൻ തള്ളയുടെ ഭാഷയാണ്. ആണ്ട് അവൻ കുത്തഴിച്ച് വെച്ച് കയറി ഇരിക്കുന്നെന്ന്. ചെല്ല് കണ്ടിട്ടില്ലേ? കൈ ഒടിക്കുകയില്ല, പാട്ടും പാടുകയില്ല, പ്രാർത്ഥിക്കുകയില്ല. 8ഉം 10ഉം പൊറോട്ട ഇരുന്നങ്ങ് അതിനടുത്ത് ചിക്കൻ കറിയും ഒരു 2 കൂടെ തരാൻ. ചോത്തിന് വന്നാൽ ഇവൻ ചോത്രവും പറയുകയില്ല, കൈ ഒടിക്കും. നല്ല പൂണന്റെ തീറ്റി തിന്നും. പണ്ടൊരാൾ പറഞ്ഞു ടീജിയും വെച്ചാൽ നന്നായിട്ട് കഴിക്കുമെന്ന്. അപ്പം ഒരുത്തൻ പറഞ്ഞു നന്നായിട്ട് കഴിക്കുകയും ചെയ്യും, അകത്തുനിന്ന് നന്നായിട്ട് വരികയും ചെയ്യും. നമുക്ക് അകത്തു നിന്നൊന്നും വരുന്നില്ല, നന്നായിട്ട്. ദൈവത്തിന് മഹത്വം. ഇവര് എന്നെ ഭക്ഷിക്കുക മാത്രമാണോ? ചുമ്മാ പോയി 28 കെട്ടിനൊന്നും പോയി നീ തിന്നരുത് കേട്ടോ. ആൻറ്റി ഇന്നലെ ഈസ്റ്ററിന് പോയി പെരുക്കിയാച്ചായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ താറാവ് കറി ദൈവം നിന്നെ പിടിച്ചോളും. എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് വല്ലതും കിട്ടിയാൽ പോയി അങ്ങ്. എൻ്റെ അമ്മയുടെ അമ്മയുണ്ടത് ഭാഷയൊന്നും അത്ര നല്ലതല്ല. പിന്നെ ഒടുവിൽ പുള്ളിക്കാർ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പുള്ളിക്കാർ എടാ ചുമ്മാ പോയി പരവീടെ അടിക്കരുതെന്ന്. മനസ്സിലായില്ല. ഫ്രീ ആയിട്ട് കിട്ടുന്നത് കയറി അങ്ങ് അടിക്കരുതെന്ന്. ആരെങ്കിലും വെറുതെ തരുന്നെന്ന് കണ്ട അങ്ങനെ നിയന്ത്രണം വേണമെന്ന. ദേവന്മാരുടെ ബലികൾക്ക് ക്ഷണിച്ചു. ഇവര് പോയി നന്നായിട്ട് കഴിച്ചു. ഒന്നുകൂടെ വായിച്ച ദൈവദാസനെ എല്ലാവരും കേട്ടില്ല. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും. നല്ല കാര്യത്തിനല്ലല്ലോ വിളിച്ചത്. വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാർ നല്ല പെരുക്ക് ഭക്ഷിക്കുക മാത്രമാണോ? അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്യും. എങ്ങനെയുണ്ട് അടുത്ത വാക്യം? ഇസ്രായേൽ ബാൽപെയോരിനോട് ചേർന്ന് യഹോവയുടെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. പിന്നെ യഹോവ മോശയോട് ജനത്തിന്റെ തലവന്മാരെയൊക്കെയും കൂട്ടി യഹോവയുടെ ഉഗ്രകോപം ഇസ്രായേലിനെ വിട്ടുമാറി. നിങ്ങൾക്ക് ആ ഭാഗം അറിയാമല്ലോ. താഴോട്ട് പഠിച്ചു വരുമ്പോൾ ജനം പാപം ചെയ്തു, ദൈവത്തിന്റെ ശിക്ഷ ഇറങ്ങി. ഏതാണ്ട് ആ താഴോട്ട് പഠിച്ചു വരും ബാധ തുടങ്ങി. ബാധ കൊണ്ട് മരിച്ചുപോയവരെ 24,000 പേരാ. ആ 25-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ബാധ കൊണ്ട് മരിച്ചുപോയവർ 24,000 പേർ. ബാധ കൊണ്ട്
മരിച്ചുപോയവര് 24,000 പേര്. പക്ഷേ ഈ ബാധ കഠിനമായപ്പോൾ അവിടെ കൃപയുള്ള ഒരുത്തനുണ്ടായിരുന്നു. അഗരോൻ പുരോഹിതന്റെ മകനാകുന്ന എലയാസറിന്റെ മകനാകുന്ന ഫീനേഹാസ്. അവൻ ഇത് കണ്ടോണ്ട് ഒരു കുന്തമെടുത്ത് അന്തപുരത്തിനകത്ത് കയറി ആ സിമ്രിയെയും ഹസ്ബിയെയും ഊദരം തുളയും എണ്ണം കുത്തിക്കിടത്തി. അടുത്ത വാക്യമുണ്ട്, അങ്ങനെ ബാധ മാറി. ബാധ മാറി. ശുദ്ധീകരണം നടന്നു, ക്രമീകരണം നടന്നു. അതിനുശേഷമായിട്ട് അവിടുന്ന് 2 പേരെ ഒറ്റ നോക്കാൻ വിടുക, ശിത്തീമിൽ നിന്ന്. ഇനി 6-ാം അധ്യായത്തിന്റെ 1 വായിച്ച യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. എന്നാൽ എരീഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചുറപ്പാക്കിയിരുന്നു, ആരും പുറത്തിറങ്ങിയില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒറ്റ നോക്കാനായിട്ട് വിട്ട് 2 പേര് ശിത്തീമിൽ നിന്ന് വന്നു. ദേശമെല്ലാം ഇവർ ഒറ്റ നോക്കി. അങ്ങനെ രാഘവന്റെ വീട്ടിൽ വന്നു. ഇവര് കാര്യമെല്ലാം പറഞ്ഞു. രാഘാവ് ഇവരെ കൈക്കൊണ്ടു. ഇവരെ കൈക്കൊണ്ടെന്ന് പറഞ്ഞാൽ ഇവരുടെ ദൈവത്തെ കൈക്കൊണ്ടു. വിസ്തരിക്കുന്നില്ല, നിർത്തുക പെട്ടെന്ന്. അങ്ങനെ ദൈവത്തെ കൈക്കൊണ്ട് ഇവള് വിശ്വസിച്ചു, ഏറ്റെടുത്തു. അവക്കറിയാം ഇവര് ദേശം പിടിക്കും. അപ്പൊ പോകാൻ നേരത്ത് പറഞ്ഞു, നിങ്ങൾ ദേശം പിടിക്കുമ്പോൾ ഞങ്ങളെ രക്ഷിക്കണം. അവര് പറഞ്ഞു, രക്ഷിക്കാം. ഒരൊറ്റ പോംവഴിയുള്ളത് ഈ ചുമപ്പ് ചരട് അതിലേക്കൂടെ ഒന്ന് വായിച്ചേ. 2-ാം അധ്യായം എടുത്ത് 2-ാം അധ്യായത്തിന്റെ 17 ആദ്യം വായിച്ചേ. അവർ അവളോട് പറഞ്ഞത് ഞങ്ങൾ ഈ ദേശത്ത് വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കി വിട്ട ഈ കിളിവാതിൽക്കൽ, നീ ഞങ്ങളെ ഇറക്കി വിട്ട് രക്ഷിച്ച ഈ കിളിവാതിൽക്കൽ ഈ ചുവപ്പ് ചരട് കെട്ടുകയും, ഈ ചുമപ്പ് ചരടൊന്ന് കെട്ടിക്കോണം. നിന്റെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും പിതൃഭവനത്തെയൊക്കെയും നിന്റെ അടുക്കൽ വീട്ടിൽ വരുത്തിക്കൊള്ളുകയും വേണം എന്ന് പറഞ്ഞ ഇവള് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അപ്പനോടും അമ്മയോടും സഹോദരങ്ങളോടെല്ലാം പറഞ്ഞു, ഈ ദേശം നശിക്കാൻ പോകുക, ദേശം അവൻ വെട്ടിപ്പിടിക്കും, നമുക്കൊരു രക്ഷ ആവശ്യമാ. ആ രക്ഷകനെ ഞാൻ കണ്ടെത്തി. ആ രക്ഷകന്റെ നിദാനമായി ചുമപ്പ് ചരട്. നിങ്ങളും രക്ഷിക്കപ്പെട്ടോണ്, ഇല്ലെങ്കിൽ നശിച്ചു പോകും, എരികോക്കാരുടെ കൂടെ നശിച്ചു പോകും. അതുകൊണ്ട് നല്ല അവസരം തരിക, നിങ്ങളെല്ലാവരും എന്റെ വീട്ടിൽ വരണം, ഇവിടെ പാർക്കണം. ദേ ഈ ചുമപ്പ് ചരടാ ഇതിന്റെ അടയാള്. ഇനി 21-ാം വാക്യം വായിച്ച 21. അതിനവൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞ് അവരെ അയച്ചു. അങ്ങനെ അവർ പോയി അവൾ ആ ചുവപ്പ് ചരട് കിളിവാതിൽക്കൽ കെട്ടി. കെട്ടിക്കിട്ടു. ഇത് വീണ്ടെടുപ്പിനെ കാണിക്കുന്നതാ. ഒന്നുകൂടെ ഒന്ന് വ്യാഖ്യാനിച്ച് പറഞ്ഞാൽ യേശുവിന്റെ പരിശുദ്ധ രക്തത്തിന് നിഴല. ഇന്ന് രാത്രി അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. ഞാൻ അധികം വിവരിക്കുന്നില്ല. കർത്താവിന് മഹത്വം. പറഞ്ഞതുപോലെ യെരിഹോ കോട്ട പിടിക്കാൻ വന്നു. ആ പട്ടണം ചുറ്റി, ആമേൻ സ്തോത്രം, മതിൽ ചുറ്റി, ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള കാകളം പുരോഹിതന്മാർ നീട്ടുകുത്തി ജനം ഒന്ന് ചാർപ്പിട്ടപ്പോൾ യെരിഹോ മതിൽ തകർന്നു. യെരിഹോ മതിലുകൾ തട്ടി തകർത്തവൻ ചെങ്കടൽ വറ്റിച്ചോൻ കൂടെയുണ്ട്. യെരിഹോ മതിലുകൾ തട്ടി തകർത്തവൻ വറ്റിച്ചോൻ കൂടെ ചേർന്ന്. ഒരു നാളുപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥ അവൻ ചൊല്ലിയിട്ടുണ്ട്. ഒരു നാളുപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥവൻ ചൊല്ലിയിട്ടുണ്ട്. ഒരു നാളുപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥവൻ ചൊല്ലിയിട്ടുണ്ട്. ഓ
സങ്കേതമായ ഓരേവിൽ നിന്നവൻ ഓ ചെങ്കാടൽ തീരത്തു മോശെയും കണ്ടു കണ്ടവൻ എന്നോടു കൂടെ ഓ കൂട്ടത്തെ ചിറകിൽ ഓ സ്വർഗീയ മന്നയെ കൊണ്ട് തന്നാശരെ പോറ്റി പാലയിൽ നീ ഉള്ള ശുദ്ധ ജലം കൊണ്ടോ ദാഹം ശമിപ്പിച്ചോൻ മതിലൂകൾ തട്ടിത്ത ഒരു ഓ ബാലിന്റെ സേവകന്മാരെ നശിപ്പിച്ചോരെ കൈയടിച്ച് ചേർന്ന് ഒരിക്കൽ കൂടി ഒരു ചുവപ്പ് ചരട് പാർത്ത കിളിവാതിലിന്റെ അവിടെ ഇട്ടിരിക്കുക. ഇത് രക്ഷയെ കാണിക്കുന്നതാണ്. അവൾ വീട്ടിലുള്ളവരോടെല്ലാം പറഞ്ഞു, എരികോക്കാരുടെ കൂടെ നശിച്ചു പോകാതിരിക്കാൻ ഇന്ന് രാത്രി നിങ്ങൾ എൻ്റെ അടുക്ക വരണം. നമ്മളെ ഇവിടുന്ന് പുറത്തിറക്കുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. നമ്മളെ ഇവിടുന്ന് പുറത്തിറക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഇവിടുന്ന് നമ്മളെ ദൈവം ഒരു സമയത്ത് പുറത്തിറക്കും. ഇന്ന് രാത്രി തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം.